ഓക്കെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വെക്ടേഴ്സിൻ്റെ അഡീഷനെ കുറിച്ചിട്ടാണ് പഠിച്ചത്. വെക്ടർ അഡീഷൻ. വെക്ടർ അഡീഷൻ്റെ ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷനാണ്. അതാണിന്ന്. അത് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്. പല രീതിയിലും വരാറുണ്ട്. പാരലലോഗ്രാം ലോ സ്റ്റേറ്റ് ചെയ്യാൻ പറയാറുണ്ട്. പിന്നെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കും, രണ്ട് വെക്ടേഴ്സും തന്നു കഴിഞ്ഞാൽ ആ വെക്ടേഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെയും അവ തമ്മിലുള്ള ആംഗിളിൻ്റെയും ടേംസിൽ അതിൻ്റെ റിസൾട്ടൻറ്റിനുള്ള എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിക്കും. ഇത് യഥാർത്ഥത്തിൽ പാരലലോഗ്രാം ലോയുടെ ഇക്വേഷനാണ്. രണ്ട് വെക്ടറും ആ രണ്ട് വെക്ടേഴ്സ് തമ്മിലുള്ള ആംഗിളും, വെക്ടേഴ്സ് മേക്ക് ചെയ്യുന്ന ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു വെക്ടേഴ്സ് തീറ്റ, ഇത് രണ്ടും തന്നു കഴിഞ്ഞാൽ ആ രണ്ട് വെക്ടറിൻ്റെയും വെക്ടർ സമ്മിൻ്റെ മാഗ്നിറ്റ്യൂഡും റിസൾട്ടൻറ്റും കാണാനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ട്രയാങ്കിൾ ലോത്തിൻ്റെ ഒരു വേർഷൻ തന്നെയാണ് പാരലലോഗ്രാം ലോ. രണ്ടും തമ്മിൽ വലിയ മാറ്റമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ എപ്പോഴും ഉപയോഗിക്കുക, റിസൾട്ടൻറ്റ് കാണാനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ നമ്മൾ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാരലലോഗ്രാം മെത്തേഡിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് പിന്നെ നല്ലോണം ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചോദിച്ചിട്ട് പോകണം. ചോദിച്ച് തന്നെ നിങ്ങൾ ചോദിച്ചാലേ പലപ്പോഴും ഡൗട്ട്സ് എനിക്ക് കിട്ടുള്ളൂ. നിങ്ങൾ ചാറ്റ് ബോക്സ് ചിലപ്പോൾ എനിക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല. ഓക്കെ, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പോവാണ്. പാരലലോഗ്രാം മെത്തേഡ് അല്ലെങ്കിൽ പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. ഓക്കെ, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. അപ്പോൾ നമ്മൾക്ക് രണ്ട് ആഡ് ചെയ്യാനുള്ള രണ്ട് വെക്ടേഴ്സ് ഫസ്റ്റ് കൺസിഡർ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ആ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് പറയാം. അതിന് മുന്നിൽ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് പറയാം. ഇഫ് ടു വെക്ടേഴ്സ് ആർ റെപ്രസെൻറ്റഡ് ബൈ ദി അഡ്ജസൻറ്റ് സൈഡ്സ് ഓഫ് എ പാരലലോഗ്രാം. പാരലലോഗ്രാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സാമാന്തരികം എന്താണ് മലയാളത്തിൽ അതിന് പറയും. 4 സൈഡുള്ളൊരു സാധനം, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ. റെക്ടാങ്കിളും പാരലലോഗ്രാം നമ്മൾ വ്യത്യാസം അറിയാതെ, റെക്ടാങ്കിളിലെ ആംഗിൾസ് 90 ഡിഗ്രിയാണ്, പാരലലോഗ്രത്തിലെ ആംഗിൾസ് 90 ഡിഗ്രി ആവണമെന്നില്ല. But the opposite sides are parallel. So such a structure is called, such a shape is called parallelogram. So if two vectors are represented by the adjacent sides of a parallelogram, ഒരു പാരലലോഗ്രത്തിൻ്റെ രണ്ട് സമീപവശങ്ങളായിട്ട് രണ്ട് വെക്ടേഴ്സിനെ നമ്മൾക്ക് റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ആ വെക്ടർ രണ്ടും ആഡ് ചെയ്താൽ കിട്ടുന്ന വെക്ടർ, the resultant vector is represented by the diagonal of the parallelogram starting from the common point. ആ രണ്ട് സൈഡ് മീറ്റ് ചെയ്യുന്ന ആ പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന ഡയഗണലിനെ, ആ പാരലലോഗ്രത്തിന് ഒരു ഡയഗണൽ വരച്ചാൽ ദാറ്റ് ഡയഗണൽ വിൽ റെപ്രസെൻറ്റ് ദി വെക്ടർ സം ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. ആ ഡയഗണലിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും ആ റിസൾട്ടൻറ്റ് വെക്ടറിൻ്റെ ഡയറക്ഷൻ. ആ ഡയഗണലിൻ്റെ ലെങ്ത് ആയിരിക്കും റിസൾട്ടൻറ്റ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഇതാണ് പാരലലോഗ്രാം ലോ. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. അപ്പോൾ നിങ്ങൾ നോട്ട് ബുക്കിൽ പാരലലോഗ്രാം മെത്തേഡ് അല്ലെങ്കിൽ പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്ന് ഹെഡിങ് എഴുതണം. എന്നിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇതുപോലെ എഴുതി വെക്കുക. ഇഫ് ടു വെക്ടേഴ്സ് ആർ റെപ്രസെൻറ്റഡ് ബൈ ദി അഡ്ജസൻറ്റ് സൈഡ്സ് ഓഫ് എ പാരലലോഗ്രാം, ദെൻ ദി ഡയഗണൽ സ്റ്റാർട്ടിംഗ് ഫ്രം ദി കോമൺ പോയിന്റ് റെപ്രസെൻറ്റ്സ് ദി വെക്ടർ സം ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. പെട്ടെന്ന് എഴുതി. പാരലലോഗ്രാം മെത്തേഡ് എന്ന ഹെഡിങ് എഴുതുക.
എന്നിട്ട് അതിൻ്റെ അല്ലെങ്കിൽ പാരലലോഗ്രം ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്ന ഹെഡിങ് എഴുതാം. അതിൻ്റെ താഴെ എഴുതാം, ഇഫ് ടു വെക്ടേഴ്സ് ആർ represented by the adjacent sides of a parallelogram, then the diagonal starting from the common point represents the vector sum in magnitude and direction. ഓക്കെ, അത് എഴുതിയല്ലോ. ഇനി ഞാൻ വരക്കാണ്ട്, ഞാൻ പറയുമ്പോൾ വരച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് വെക്ടർ എ, നമുക്ക് രണ്ട് വെക്ടർ ആണ് ആഡ് ചെയ്യാനുള്ളത്. ഒന്നാമത്തെ വെക്ടർ എ, ഇത് രണ്ടാമത്തെ വെക്ടർ ബി, രണ്ട് വെക്ടേഴ്സുമാണ് ആഡ് ചെയ്യേണ്ടത്. ഞാൻ അടുത്ത് പറഞ്ഞു, വെക്ടേഴ്സ് നമുക്ക് എവിടെയും വരക്കാം. വരക്കുന്ന ലൊക്കേഷൻ നമ്മൾ ഏതാണെന്നുള്ളത് വിഷയമല്ല. ബട്ട് ദി ഡയറക്ഷൻ should be the same and the length should be the same. ഡയറക്ഷനും ലെങ്ത്തും ഒന്നായ അത് സെയിം വെക്ടർ തന്നെയാണ്. ബോർഡിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ എവിടെയാണ് വെക്ടർ വരച്ചത് എന്നുള്ളത് മാറുന്നതിനനുസരിച്ച് വെക്ടർ മാറും. സോ ബി എന്ന് പറയുന്നത് ഇവിടെ വരച്ചാലും ഇവിടെ വരച്ചാലും ഇവിടെ വരച്ചാലും ഒക്കെ ബി തന്നെയാണ്. ബട്ട് ഇറ്റ് ഷുഡ് ഹാവ് ദി സെയിം ഡയറക്ഷൻ ആൻഡ് സെയിം ലെങ്ത്. അപ്പോൾ രണ്ട് വെക്ടർ കിട്ടി. ഇനി ഇത് ആഡ് ചെയ്യണം യൂസിങ് പാരലലോഗ്രാം മെത്തേഡ്. പാരലലോഗ്രാം മെത്തേഡിൽ പറഞ്ഞാൽ എന്താണ് പറയണമെന്ന് എഴുതണ്ട, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് എഴുതാനുള്ള പറയാം. ഈ സ്റ്റേറ്റ്മെൻറ്റ് കംപ്ലീറ്റ് എഴുതി നോട്ടിൽ എഴുതി വെച്ചാൽ മതി. ഇനി നോട്ടിൽ എഴുതാനാകുമ്പോൾ ഞാൻ പറയും. അപ്പോൾ എ ബി എന്ന് പറയുന്ന രണ്ട് വെക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ പാരലലോഗ്രാം മെത്തേഡ് ആവണമെങ്കിൽ ഈ രണ്ട് വെക്ടറും ഒരു പാരലലോഗ്രത്തിന്റെ അഡ്ജസൻറ്റ് സൈഡ്സ് ആകണം. അപ്പോൾ ഞാൻ ഈ എയും ബിയും പാരലലോഗ്രത്തിന്റെ അഡ്ജസൻറ്റ് സൈഡ്സ് ആയിട്ട് വരുന്ന രീതിയിൽ വരയ്ക്കുകയാണ്. സോ ദിസ് ഈ ബി എന്ന് പറയുന്ന വെക്ടർ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. നേരത്തെ ബിൻ്റെ അതേ പാരലലാണ്, അതേ ലെങ്ത്തുമാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എയും ബിയും ഒരു പാരലലോഗ്രത്തിന്റെ രണ്ട് സമീപ വശങ്ങളായിട്ട് നമുക്ക് സങ്കല്പിക്കാം. നമുക്ക് ആ പാരലലോഗ്രം കംപ്ലീറ്റ് ചെയ്യാം. കംപ്ലീറ്റ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? എക്ക് പാരലായിട്ട് ഇതേ ലെങ്ത്തിലുള്ള ഒരു ലൈൻ ഇവിടെ വരക്കണം, ബിക്ക് പാരലായിട്ട് ഇവിടുന്ന് ഒരു ലൈൻ വരക്കണം. അപ്പോൾ എ എന്ന് പറയുന്ന വെക്ടറിന്റെ ഒരു കോപ്പി ഇവിടെ വരയ്ക്കുക, ബി എന്ന് പറയുന്ന വെക്ടറിന്റെ ഒരു കോപ്പി ഇവിടെയും വരയ്ക്കുക. സോ ദിസ് ഈസ് വെക്ടർ എ. ഇതും വെക്ടർ എ തന്നെയാണ്, ഈ ചുവന്ന കളറിലും ഒരേ ലെങ്ത് പാരലാണ്, ഒരേ ലെങ്ത്താണ്. ആൻഡ് ദിസ് ഈസ് വെക്ടർ ബി. ഈ വരച്ചത് വെക്ടർ ബി തന്നെയാണ്, ബിക്ക് പാരലാണ്, ബിയുടെ അതേ ലെങ്ത്താണ്. നൗ ഇറ്റ് ഫോംസ് എ പാരലലോഗ്രാം. അപ്പോൾ ഒരു പാരലലോഗ്രാം കിട്ടി. ഇനി എന്താണ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞത്? ദെൻ ഇപ്പൊ ട്രയാങ്കിളിലോ പഠിച്ച ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം ഡയഗണൽ എ സി എന്ന് പറയുന്ന ഡയഗണൽ വലിച്ചാൽ ബൈ ട്രയാങ്കിളിലോ ഇറ്റ് സെൽഫ് എ ബി പ്ലസ് ബി സി എന്ന് പറഞ്ഞാൽ ഈ വെക്ടർ ബി ആണ്, ഈ വെക്ടർ എ ആണ്. സോ ബി പ്ലസ് എ എന്നാണ് വരിക, ബി പ്ലസ് എ എന്നാണ് ഇത് വരിക. ബി പ്ലസ് എ ഈക്വൽ ടു എ പ്ലസ് ബി. വെക്ടർ സം എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും സം ചെയ്യാം. സോ ദി ഡയഗണൽ, ഈ റൂൾ അനുസരിച്ച് പറയുന്നത് ദ ഡയഗണൽ ഫ്രം ദി കോമൺ പോയിന്റ്, ഇതാണ് കോമൺ പോയിന്റ്. എയുടെയും ബിയുടെയും കോമൺ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഇതാണ്. സോ ഡയഗണൽ സ്റ്റാർട്ടിങ് ഫ്രം ദി കോമൺ പോയിന്റ്. അപ്പോൾ അത് വരക്കാം. ദിസ് ഈസ് ദി ഡയഗണൽ. അപ്പോൾ ഈ ഡയഗണലിന്റെ ദിശയിൽ, ഡയഗണലിന്റെ ആരോട്ട് കണ്ടല്ലോ, എയിൽ നിന്ന് സിയിലേക്ക്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ബൈ ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ ഇത് വെക്ടർ സം ആണ്. കാരണം ഇതൊരു ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ തന്നെയാണ്. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ എടുത്താൽ, ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ, എ ബി എന്ന് പറയുന്ന സൈഡ് വെക്ടർ ബി എ റെപ്രസെന്റ് ചെയ്യുന്നു, ബി സി റെപ്രസെന്റ്സ് ദി വെക്ടർ എ, ദെൻ എ സി റെപ്രസെന്റ്സ് ദി വെക്ടർ എ പ്ലസ് ബി. ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ തന്നെ അനുസരിച്ച് തന്നെ ഈ ഡയഗണൽ എന്താണെന്ന് പറയാം? ഒരു വെക്ടർ സം ആണെന്ന് പറയാം. സോ ട്രയാങ്കിൾ ലോ ആൻഡ് പാരലോഗ്രാം ലോ ആർ ദി സെയിം. ഇപ്പുറത്ത് ഒരു ട്രയാങ്കിളും കൂടി ഇങ്ങോട്ട് കൺസ്ട്രക്ട് ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. പാരലലോഗ്രാം ലോയുടെ ഡയഗ്രാം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയല്ലോ. പാരലലോഗ്രാം ലോ എന്ന് പറഞ്ഞാൽ രണ്ട് വെക്ടേഴ്സ് പാരലോഗ്രത്തിന്റെ അഡ്ജസൻറ്റ് സൈഡ്സ് ആയിട്ട് വരക്കുന്നു, എന്നിട്ട് പാരലലോഗ്രാം കംപ്ലീറ്റ് ചെയ്യുന്നു. ആ കോമൺ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ നിന്നും ഒരു ഡയഗണൽ വരക്കുന്നു എതിർക്ക് ഓപ്പോസിറ്റ് കോർണറിലേക്ക്. That diagonal will represent the sum, vector sum r is equal to a plus b. Vector r is equal to sum of vectors a and b. That is vector r is equal to vector a plus vector b. That is represented by this diagonal AC. ഇതാണ് പാരലലോഗ്രാം ലോ പറയുന്നത്. And from this figure itself, the parallelogram method of vector addition is equivalent to triangular method എന്ന് ഇതിൽ തന്നെ മനസ്സിലാക്കാം. ഈ ചിത്രം കാണുന്ന ആൾക്കാരെ അത് മനസ്സിലാവും. ട്രയാങ്കിളിലോ എന്താണെന്ന് അറിയുന്ന ഒരു കുട്ടിക്ക് ചിത്രത്തിൽ കാണുമ്പോൾ ആദ്യം തന്നെ മനസ്സിലാവും അതാണ്. എ ബി എന്ന് പറയുന്ന ഒരു വെക്ടറാണ്, ബി സി എന്ന് പറയുന്ന വെക്ടർ എ ആണ്,
അപ്പോൾ അല്ലെങ്കിൽ ഇവിടെ എടുക്കുകയാണെങ്കിൽ എ ഡി എന്ന് പറയുന്നത് വെക്ടർ എ ആണ്, ഡി സി എന്ന് പറയുന്നത് വെക്ടർ ബി ആണ്. അപ്പോൾ എ സി എന്ന് പറഞ്ഞാൽ വെക്ടർ എ പ്ലസ് വെക്ടർ ബി ബൈ ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ കറക്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാരലോഗ്രാം മെത്തേഡ് ഓഫ് വെക്ടർ അഡീഷൻ ഈസ് ഈക്വലന്റ് ടു ട്രയാങ്കുലർ മെത്തേഡ്. ഇനി ഇത്രയും കാര്യം നോട്ടിലേക്ക് വരച്ചിട്ട് എഴുതാം. ഈ പാരലോഗ്രാം വരക്കണം, എന്നിട്ട് അതിൻ്റെ ഡയഗണൽ ഒരുപാട് സമയമെടുത്ത് സ്കെയിലൊക്കെ വെച്ച് അങ്ങനെയൊന്നും വരക്കണം എന്നില്ല. നിങ്ങൾ അധികം വളവൊന്നും ഇല്ലാതെ ഫ്രീ ഹാൻഡായിട്ട് വരച്ചാലും മതി. വരച്ചിട്ട് അത് കംപ്ലീറ്റ് ചെയ്യണം പെട്ടെന്ന്. സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എഴുതിയല്ലോ, ഇനി ചിത്രം വരച്ച് എന്നിട്ട് എഴുതുക, സൈഡിൽ എഴുതുക അല്ലെങ്കിൽ താഴെ എഴുതുക. ഡയഗണൽ എ സി റെപ്രസെന്റ്സ് ദി റിസൾട്ടന്റ് ബ്രാക്കറ്റിൽ വെക്ടർ സം. റിസൾട്ടന്റ് എപ്പോഴും ഉദ്ദേശിക്കുന്നത് വെക്ടർ സമ്മിനാണ്. എഴുതുക വെക്ടർ സം ആർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് എഴുതുക. വെക്ടർ സം ആർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി. താഴെ എഴുതി വെക്കാം. ദ പാരലലോഗ്രാം മെത്തേഡ് ഓഫ് വെക്ടർ അഡീഷൻ ഈസ് ഈക്വലന്റ് ടു ട്രയാങ്കുലർ മെത്തേഡ്. എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട, അത് എഴുതി വെച്ചാൽ ആ ചിത്രത്തിൽ നിന്ന് മനസ്സിലാവുമല്ലോ. പെട്ടെന്ന് വരക്കണേ. ഓക്കെ, ദെൻ അപ്പോൾ നോട്ട് എഴുതി കഴിഞ്ഞു. ഇനി അടുത്ത ഞാൻ പറയാം, അടുത്ത എഴുതാനോ ഞാൻ പറയാം. ഈ ഡയഗ്രാം വരച്ച് കഴിഞ്ഞ് ഇതൊക്കെ എഴുതിയതിന് ശേഷം നിങ്ങൾ അടുത്ത താഴെ നിങ്ങൾ എഴുതേണ്ട ചിലപ്പോൾ നോട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതിയാലും മതി, അല്ലെങ്കിൽ വെറുതെ എഴുതി വെച്ചാലും മതി. വെക്ടർ അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. വെക്ടർ അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ് എന്ന് ഈ ഡയഗ്രത്തിൽ നമുക്ക് മനസ്സിലാക്കാം. കാരണം ഈ വെക്ടർ എ സി എന്ന് പറയുന്നത് ഈ ട്രയാങ്കുലറിലോ ഈ എ ഡി സി എന്നുള്ള ട്രയാങ്കിൾ എടുത്ത് നോക്കുമ്പോൾ ഇറ്റ് ഈസ് എ പ്ലസ് ബി. വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഈസ് എ സി, വെക്ടർ എ സി. ഇനി അതേ വെക്ടർ എ സി അല്ലെങ്കിൽ ആർ എന്ന് പറയുന്ന വെക്ടറിനെ എ ബി സി എന്നുള്ള ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ, ട്രയാങ്കിൾ ലോ അപ്ലൈ ചെയ്താൽ യു ക്യാൻ സേ ഇറ്റ് ഈസ് വെക്ടർ ബി പ്ലസ് വെക്ടർ എ. അതിൽ നിന്നും ഒരു കാര്യം കൂടി വ്യക്തമാണ്, വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഈസ് ഈക്വൽ ടു വെക്ടർ ബി പ്ലസ് വെക്ടർ എ. അപ്പോൾ എ പ്ലസ് ബി ബി പ്ലസ് എ തുല്യമാണ്. ഓക്കെ, അപ്പോൾ സോ വെക്ടർ അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു ബി പ്ലസ് എ ആണെങ്കിലാണ് ആ അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയാം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. അപ്പോൾ നോർമൽ നമ്പറിൻ്റെ അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. 5+3 3+5 8 തന്നെയാണ് എങ്ങനെ ചെയ്താൽ. അതുപോലെ വെക്ടർ അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. വെക്ടർ അഡീഷനും നോർമൽ അഡീഷൻ്റെ റൂൾ അല്ലാതെ നമ്മൾ പഠിച്ചു. അതുകൊണ്ടാണ് ഈ ദിസ് ഈസ് ദി ട്രയാങ്കിൾ ലോ ഈസ് ദി ലോ ഫോർ വെക്ടർ അഡീഷൻ. അപ്പോൾ ആ ട്രയാങ്കിൾ ലോ അപ്ലൈ ചെയ്ത് തന്നെ ഇതിൽ നിന്ന് അത് കാണാൻ പറ്റും. ബി പ്ലസ് എ എന്നാണ് ഈ ഡയഗണൽ. ഇങ്ങനെ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ, എ ബി സി എന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ ആർ ഇസ് ഈക്വൽ ടു ദ വെക്ടർ സം ആർ ഇസ് ഈക്വൽ ടു ബി പ്ലസ് എ. ഈ എ ഡി സി എന്ന ട്രയാങ്കിൾ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ദ സെയിം വെക്ടർ സം ആർ വിൽ ബി ഈക്വൽ ടു എ പ്ലസ് ബി. So that means b plus a is equal to a plus b. So vector addition is commutative, or a plus b is equal to b plus a. Similarly, നമുക്ക് വെക്ടർ അഡീഷൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് വെക്ടർ അഡീഷൻ ഈസ് അസോസിയേറ്റീവ്. അസോസിയേറ്റീവ് എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി. ഇത് വെച്ചാണ് ഈ രണ്ടും ഈക്വൽ. അതായത് ആദ്യം നമ്മൾ എ പ്ലസ് ബി ചെയ്തു, വെക്ടർ എയും വെക്ടർ ബിയും കൂട്ടി അതിലേക്ക് വെക്ടർ സി കൂട്ടുന്നതും, ആദ്യം നമ്മൾ വെക്ടർ ബിയും വെക്ടർ സിയും കൂട്ടി വെച്ചിട്ട് അതിലേക്ക് വെക്ടർ എ കൂട്ടുന്നത്. ഓർഡർ ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ് ഇൻ വെക്ടർ അഡീഷൻ. ദി ഓർഡർ ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഏത് ഓർഡറിലാണ് അഡീഷൻ നടത്തുന്നത്. ഇതൊക്കെ സാധാരണ നമ്പേഴ്സിൻ്റെ പ്രോപ്പർട്ടി തന്നെയാണ്. 5+3 ആദ്യം കൂട്ടിയിട്ട് അതിലേക്ക് 2 കൂട്ടിയാലും 10 ആണ്. ആദ്യം 3 2 കൂട്ടിയിട്ട് അതിലേക്ക് 5 കൂട്ടിയാലും 10 ആണ്.
That's it. So vector addition is associative, vector addition is commutative. Not ഇതിന്റെ താഴെ നിങ്ങൾക്ക് അത് എഴുതി വെക്കാം. ഈ എഴുതിയ കാര്യത്തിന് പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷനുമായിട്ട് സബ് ഹെഡിങ്ങിന്റെ കീഴിലോ അതിന്റെ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ടും എഴുതേണ്ടതല്ല. പാരലലോഗ്രാം ലോ ചോദിച്ചാൽ നിങ്ങൾ ഈ ചിത്രം വരച്ച് ഈ സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ട് ഈ ചിത്രം വരച്ചിട്ട് ദ ഡയഗണൽ എ സി റെപ്രസെന്റ്സ് ദി റിസൾട്ടന്റ് ബ്രാക്കറ്റിലെ വെക്ടർ സം ആർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് എഴുതുന്നതോടുകൂടി പാരലലോഗ്രാം ലോ സ്റ്റേറ്റ് ചെയ്യാനോ അത് എക്സ്പ്ലെയിൻ ചെയ്യാനോ പറയുന്ന ക്വസ്റ്റ്യൻ കഴിഞ്ഞു. പാരലലോഗ്രാം ലോ വെക്ടർ അഡീഷൻ എഴുതിയിട്ട് റിസൾട്ടന്റിനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ഡെറിവേഷൻ എഴുതണം. ഇത് രണ്ടും ഈ പാരലലോഗ്രാം ലോയിൽ നിന്ന് എ പ്ലസ് ബി ഈക്വൽ ടു ബി പ്ലസ് എന്നുള്ളത് ഈസി ആയിട്ട് കാണാവുന്നത് കൊണ്ട് ഞാൻ ഇവിടെ എഴുതിയതേ ഉള്ളൂ ഇതിന്റെ കൂടെ. സോ വെക്ടർ അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്, വെക്ടർ അഡീഷൻ അസോസിയേറ്റീവ് ആണ് എന്നുള്ളത് നിങ്ങൾ ഇതിന്റെ താഴെ നോട്ട് എന്നുള്ള ഒരു നോട്ടായിട്ട് എഴുതി വെച്ചാണ്, ഒരു സൈഡ് നോട്ടായിട്ടൊക്കെ എഴുതി വെച്ചാണ്. ഓക്കെ, ഇത് ഓർക്കുക. വെക്ടർ അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. എന്താണ് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ, എന്താണ് അസോസിയേറ്റീവ് എന്ന് പറഞ്ഞാൽ, അത് രണ്ടും ആദ്യം മനസ്സിലാക്കുക. അസോസിയേറ്റിവിറ്റി ഓഫ് എ റൂൾ, മാത്തമാറ്റിക്സിലെ റൂള് ഒരു റൂൾ അസോസിയേറ്റീവ് ആണെന്ന് പറഞ്ഞാൽ അത് അപ്ലൈ ചെയ്യുന്ന ഓർഡറിൽ മാറിയരച്ച് അതിൻ്റെ റിസൾട്ട് മാറും. കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെന്ന് കരുതി, എയുടെയും ബിയുടെയും സ്ഥാനം മാറ്റിയെന്ന് കരുതി അതിൻ്റെ ഓർഡർ അതിൻ്റെ റിസൾട്ട് മാറില്ല. സോ ദാറ്റ്സ് ഇറ്റ്, കമ്മ്യൂട്ടേറ്റീവ് ആൻഡ് അസോസിയേറ്റീവ്. ഒരു ഓപ്പറേറ്റർ കമ്മ്യൂട്ടേറ്റീവ് ആണ്, മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റർ കമ്മ്യൂട്ടേറ്റീവ് ആണ്, അസോസിയേറ്റീവ് ആണ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. ഇപ്പം നമ്പേഴ്സിൻ്റെ കേസിൽ മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള ഓപ്പറേഷൻ നോക്കാം. മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. എ ഇൻറ്റു ബി ഈക്വൽ ടു ബി ഇൻറ്റു എ ആണ് നമ്പറിൻ്റെ കേസിൽ. നോർമൽ നമ്പർ 5 ഇൻറ്റു 3 എന്ന് ചെയ്താലും 3 ഇൻറ്റു 5 എന്ന് ചെയ്താലും നമ്മൾ 15 എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് പറയാം ഫോർ ഓർഡിനറി നമ്പേഴ്സ് ദി മൾട്ടിപ്ലിക്കേഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. ഇനി നിങ്ങൾ തുടർന്ന് വെക്ടേഴ്സ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, മറ്റു ചാപ്റ്ററിലൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വെക്ടർ പഠിക്കുമ്പോൾ വെക്ടറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ 2 ടൈപ്പ് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടെന്നും അതിലൊരു ടൈപ്പ് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല എന്നും നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ നമ്പേഴ്സിൻ്റെ കേസിൽ അത് കമ്മ്യൂട്ടേറ്റീവ് ആണ്. സോ കമ്മ്യൂട്ടേറ്റീവ് മീൻസ് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു ബി പ്ലസ് എ. അസോസിയേറ്റീവ് മീൻസ് ദിസ് വേ. ഇത് രണ്ടും നോട്ടിൽ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇനി അടുത്തത് ഇപ്പോൾ നമ്മൾ വെക്ടർ അഡീഷൻ ആണ് പറഞ്ഞത്. വെക്ടർ അഡീഷൻ ആണ് പറഞ്ഞത്. ഇനി വെക്ടർ സബ്ട്രാക്ഷൻ എങ്ങനെയാണ്? വെക്ടർ സബ്ട്രാക്ഷൻ നമ്മൾ പ്രത്യേകിച്ച് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് ടു സബ്ട്രാക്ട് എ വെക്ടർ ബി ഫ്രം എ we usually add the negative of vector b to a. അപ്പോൾ a minus b ചെയ്യുന്നതിന് പകരം നമ്മൾ ചെയ്യും a plus വെക്ടർ മൈനസ് ബി. a plus മൈനസ് ബി. എയിൽ നിന്ന് ബി കുറക്കാൻ ചെയ്യേണ്ടത് എയിലേക്ക് ബി എന്ന് പറയുന്ന വെക്ടറിന്റെ അതേ ലെങ്ത്തും ഓപ്പോസിറ്റ് ഡയറക്ഷനുള്ള ഒരു വെക്ടർ ആഡ് ചെയ്താൽ മതി. സോ ഇറ്റ് ഈസ് ഈസി. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ ബി എന്ന് പറയുന്നത് എ മൈനസ് ബി ആക്കണമെങ്കിൽ നമ്മൾ ഇതേ പാരലോഗ്രാം ഉപയോഗിക്കും. എന്നിട്ട് ഈ ബീനെ ഇവിടുന്ന് ഇങ്ങോട്ട് വരക്കും, ഇതേ ലെങ്ത് ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ചിട്ട് പാരലലോഗ്രാം ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് പഴയ പോലെ ഇതിന്റെ അഡീഷൻ്റെ എക്വേഷൻസ് ഒക്കെ അവിടെ ഉപയോഗിക്കാം. അത്രേ ഉള്ളൂ. ബി എന്ന് പറയുന്ന വെക്ടർ ഇങ്ങോട്ട് വരക്കാം, അപ്പോൾ വേറൊരു പാരലോഗ്രാം കിട്ടും ഈ സൈഡിൽ. അങ്ങനെയാണ് നമ്മൾ വെക്ടർ സബ്ട്രാക്ഷൻ ചെയ്യുക. അതും നോട്ടിൽ എഴുതാം. ടു സബ്ട്രാക്ട് എ വെക്ടർ ബി ഫ്രം ഒരു പോയിന്റ് ആയിട്ട് ഒരു സ്റ്റാർ ഇട്ടിട്ട് എഴുതിയാൽ ടു സബ്ട്രാക്ട് എ വെക്ടർ ബി ഫ്രം എ. ഇവിടെ ബോൾഡ് ആയിട്ട് എഴുതിയ ഉദ്ദേശിക്കുന്നത് വെക്ടർ ആണെന്ന്. ഇത് ബി ബോൾഡിൽ എഴുതിയ വെക്ടർ ആണെന്ന് ഉറപ്പാക്കാം. അല്ലെങ്കിൽ ഇത് രണ്ട് നൊട്ടേഷൻ നമുക്ക് ഉപയോഗിക്കാം. മുകളിൽ ആരോടുന്ന നൊട്ടേഷൻ ഉപയോഗിക്കാം, ബോൾഡ് നിങ്ങൾ നോട്ടിൽ എഴുതുമ്പോൾ ഈ നൊട്ടേഷൻ തന്നെ ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾ ബിയുടെ മുകളിൽ ഒരു ആരോ ഇടണം, എയുടെ മുകളിൽ ആരോ ഇടണം, എയുടെ മുകളിൽ ആരോ ഇടണം. ഞാൻ അതിന് പകരം ക്ലിയർ ആവാൻ വേണ്ടി വെക്ടർ എന്ന് ഓരോന്നിൻ്റെയും കൂടെ എഴുതിയിട്ടുണ്ട്. സോ ടു സബ്ട്രാക്ട് എ വെക്ടർ ബി ഫ്രം വെക്ടർ എ വി ആഡ് വെക്ടർ എ ആൻഡ് വെക്ടർ മൈനസ് ബി. അപ്പോൾ ദാറ്റ് മീൻസ് വെക്ടർ എ മൈനസ് വെക്ടർ ബി ഈസ് ഈക്വൽ ടു വെക്ടർ എ പ്ലസ് മൈനസ് വെക്ടർ ബി. ഈ മൈനസ് ബി വേണമെങ്കിൽ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. വെക്ടർ എ പ്ലസ് മൈനസ് വെക്ടർ ബി. യെസ്, ഓക്കെ, നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ടു സബ്ട്രാക്ട് എ വെക്ടർ ബി ഫ്രം വെക്ടർ എ വി ആഡ് വെക്ടർ എ ആൻഡ് വെക്ടർ മൈനസ് ബി. ദാറ്റ് ഈസ് എ മൈനസ് ബി ഈസ് ഈക്വൽ ടു എ പ്ലസ് മൈനസ് വെക്ടർ. ഇനി ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഡെറിവേഷൻ എന്ന് ഞാൻ പറഞ്ഞത്. ശരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് പലപ്പോഴും.
Derive expression for magnitude and direction of the resultant of two vectors A and B in terms of their magnitudes and angle theta between them. നമ്മൾക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കണം. ആ ഇക്വേഷൻ നമുക്ക് കിട്ടേണ്ടത് റിസൾട്ടന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡിനുള്ള ഒരു ഇക്വേഷൻ ഉണ്ടാക്കണം. റിസൾട്ടന്റ് വെക്ടറിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ റിസൾട്ടന്റ് വെക്ടറും ഏതെങ്കിലും ഒരു വെക്ടറുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ പറഞ്ഞാൽ ഡയറക്ഷൻ ഉദ്ദേശിക്കുന്നതാണല്ലോ, ഏത് ദിശയാണെന്ന് പറയാൻ നമ്മൾക്ക് അത്ര വെക്ടർ എയുമായിട്ട് ഇത്ര ആംഗിൾ ചെരിഞ്ഞിട്ടാണെന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ദിശ കിട്ടും. ഇത്ര ആംഗിൾ ഇൻക്ലൈൻഡ് ആണ്. അപ്പോൾ ആംഗിൾ അളന്നെടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ആൻറ്റി ക്ലോക്ക് വൈസ് 2 ദിശയാണ് റൊട്ടേഷനുള്ള ആംഗിളിന് മെഷർ ചെയ്യാനുള്ളത്. ഘടികാര ദിശയും ഘടികാര ദിശയ്ക്ക് എതിർ ദിശയും, അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പോസിറ്റീവായിട്ട് ആംഗിൾ മെഷർ ചെയ്യുക. അല്ലെങ്കിൽ റൊട്ടേഷൻ ചെയ്യുമ്പോൾ പോസിറ്റീവ് ഡയറക്ഷൻ എടുക്കുക ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. നെഗറ്റീവ് ഡയറക്ഷൻ കൺവെൻഷനലി ഈസ് ദി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ ആംഗിൾ തീറ്റ പ്ലസ് എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ് ഡയറക്ഷനിൽ മെഷർ ചെയ്യണം, അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മെഷർ ചെയ്യണം. തീറ്റ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻ ദി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഓക്കെ അപ്പോൾ ഇപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് ഒരു ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് എയും ബിയും തമ്മിലുള്ള ആംഗിളാണ് എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ 2 വെക്ടേഴ്സ് ഉണ്ട്, ആ വെക്ടേഴ്സ് തമ്മിലുള്ള ആംഗിൾ തീറ്റയാണ്. അവയുടെ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കിട്ടുന്ന ഇക്വേഷൻ ഡിറൈവ്. സോ ഫസ്റ്റ് ഒന്നാമത്തെ വെക്ടർ നമ്മൾ കൺസിഡർ ഇത് എഴുതുന്നതിന് മുൻപ് യു റൈറ്റ് ദിസ് ക്വസ്റ്റ്യൻ. നിങ്ങളുടെ നോട്ടിലേക്ക് ഇത് ഇതേപോലെ പകർത്തിയെടുക്കാം. ക്വസ്റ്റ്യൻ എഴുതുക. Derive expression for magnitude and direction of the resultant of two vectors A and B in terms of their magnitudes and angle theta between them. അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ എഴുതുക. ഇത് എക്സാമ്പിൾ ആയിട്ടാണ് നിങ്ങളെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി വരക്കാൻ ഞാൻ പറയുമ്പോൾ ഈ ഡെറിവേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നോട്ടിലേക്ക് എഴുതാം. ഇപ്പോൾ നിങ്ങൾ ഇനി നോട്ടിലേക്ക് എഴുതണ്ട, ഞാൻ സ്ക്രീനിൽ ഡെറിവേഷൻ്റെ സ്റ്റെപ്പുകൾ കാണിക്കും, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വരച്ച് എഴുതാം. ഓക്കെ, സോ ദിസ് ഈസ് വെക്ടർ എ, ഒന്നാമത്തെ വെക്ടർ എടുത്തു. സപ്പോസ് ദിസ് ഈസ് വെക്ടർ ബി, രണ്ടാമത്തെ വെക്ടർ കിട്ടി. പാരലോഗ്രാം ലോ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്ടർ ബിക്ക് പാരലായിട്ടുള്ള അതേ ലെങ്ത്തുള്ള വെക്ടർ ഇവിടുന്ന് വരച്ചു. ഇവിടുന്ന് വെക്ടർ എക്ക് പാരലായിട്ട് അതേ ലെങ്ത്തുള്ള വരച്ചു. തീറ്റ ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ ദം. സോ നമുക്ക് തന്നിരിക്കുന്നത് എ എന്ന് പറയുന്ന വെക്ടർ ബി എന്ന് പറയുന്ന വെക്ടർ അവ തമ്മിലുള്ള ആംഗിളുമാണ് തന്നിട്ടുള്ളത്. സോ തീറ്റ ഈസ് ഗിവൺ. അപ്പോൾ ഇതാണ് ഈ ഡയഗണലാണ് പിന്നെ റിസൾട്ടൻ്റ് ആ വെക്ടറായിട്ട് നമുക്ക് അറിയാം. ഈ ഡയഗണൽ റെപ്രസെൻറ്റ്സ് ദി റിസൾട്ടൻ്റ്. ആൽഫ ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ വെക്ടർ എ ആൻഡ് ദിസ് വെക്ടർ. വൺ ക്യാൻ ടേക്ക് ദിസ് ആംഗിൾ ആൾസോ. ബിയും റിസൾട്ടൻറ്റുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളും എടുക്കാം, ഏതെങ്കിലും ഒരു ആംഗിൾ പറയണമെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ആൽഫ എന്തിനാണ് നമ്മൾ കാണുന്നത്? ആൽഫ കണ്ടെത്തിയാൽ യു സ്പെസിഫൈഡ് ദി ഡയറക്ഷൻ ഓഫ് ദി റിസൾട്ടൻറ്റ്. ആർ ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് പറയുന്ന ഈ റിസൾട്ടൻറ്റ് വെക്ടറിൻ്റെ ഡയറക്ഷൻ കണ്ടെത്തുക എന്ന് പറയുന്നാൽ അതിൻ്റെ അർത്ഥം യു ഫൈൻഡ് ആൽഫ. ആൽഫ കണ്ടെത്തിയാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് അറ്റ് ആൻ ആംഗിൾ ആൽഫ ഫ്രം ദി വെക്ടർ എ. ഓക്കെ, അപ്പോൾ ആൽഫ ഇൻക്ലൈൻഡ് ആയിട്ടാണ് വെക്ടർ എയിലേക്ക് ആൽഫ ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഈ പിന്നെ റിസൾട്ടൻ്റ് ഉള്ളത്. അതിന് കൂടുതൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ഇറ്റ് ഈസ് അറ്റ് ആൻ ആംഗിൾ ആൽഫ ഇൻ ദി ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഫ്രം റിസൾട്ടൻ്റ് ഫ്രം ദി വെക്ടർ എ. തിരിച്ച് ഈ ആംഗിളാണ് നിങ്ങൾ എടുക്കുന്നത്. സപ്പോസ് ദിസ് ഈസ് ബീറ്റ. അപ്പോൾ ബീറ്റ എന്ന് പറയുന്ന ആംഗിളാണ് നിങ്ങൾ കണ്ടെത്തുന്നതെങ്കിൽ നിങ്ങൾ പറയണം ദ റിസൾട്ടൻ്റ് ഈസ് അറ്റ് ആൻ ആംഗിൾ ബീറ്റ ഇൻ ദി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഫ്രം ബി. ബിയിൽ നിന്ന് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ബീറ്റ ആംഗിൾ ചെരിഞ്ഞിട്ടാണ് റിസൾട്ടൻ്റ് ഉള്ളത്. എങ്ങനെയും പറയാം. ഞാനിപ്പോൾ ഇതാണ് എടുത്തത്. നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ പോസിറ്റീവാണ്, അപ്പോൾ പറയാൻ സുഖം ഇതാണ്.
എങ്ങനെയും പറയാം. സോ ഐ ടേക്ക് ആൽഫ ആസ് ദി ആംഗിൾ ബിറ്റ്വീൻ ദി വെക്ടർ എ ആൻഡ് ദി റിസൾട്ടൻറ്റ്. അപ്പോൾ ഇത്രയും ഡയഗ്രാം വരച്ചു, അതിൻ്റെ കോർണർ പാരലോഗ്രത്തിൻ്റെ കോർണേഴ്സ് എ ബി സി ഡി ഒക്കെ മാർക്ക് ചെയ്തു. ദിസ് തിങ്സ് ആർ ഈസി. ഇനി എനിക്ക് ഈ ലെങ്ത് കിട്ടണം, ഈ ലെങ്ത് മെഷർ ചെയ്യണം. ദിസ് ഈസ് എ പാരലോഗ്രാം, പാരലോഗ്രത്തിലെ ഡയഗണലാണ്, ആ ലെങ്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ലൈനിനെ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യും, ഡോട്ടർ ലൈൻ ഉപയോഗിച്ച് എക്സ്റ്റെൻഡ് ചെയ്യും. എന്നിട്ട് ഈ പോയിന്റിൽ നിന്ന് സിയിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ താഴേക്ക് വരക്കും. എന്ന് പറഞ്ഞാൽ ഈ ലൈനുമായിട്ട് ഇവിടെ 90 ഡിഗ്രി ആംഗിൾ മേക്ക് ചെയ്യുന്ന രീതിയിൽ ഡ്രോപ്പിംഗ് എ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. ഈ ലൈനിലേക്ക് പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യുന്ന പറഞ്ഞാൽ ഇവിടുന്ന് നേരെ താഴേക്ക് ഒരു വര വരക്കുക. അത് ഇവിടെ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കണം. സോ ദിസ് ഈസ് ദി CM ഈസ് ദി പെർപെൻഡിക്കുലർ. അപ്പോൾ BM എന്ന് പറയുന്നത് വെക്ടർ എയുടെ അതേ ഡയറക്ഷനിൽ എക്സ്റ്റെൻഡ് ചെയ്താണ് ലൈന്. CM എന്ന് പറയുന്ന ആ ലൈനിലേക്ക് സിയിൽ നിന്ന്, അതായത് റിസൾട്ടൻറ്റിൻ്റെ ടിപ്പിൽ നിന്ന് ഡ്രോപ്പ് ചെയ്ത പെർപെൻഡിക്കുലറാണ്. ഇത്രയും ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇത്രയുമാണ് അതിൽ അഡീഷണലായിട്ട് നമ്മൾ വരച്ച് ചേർക്കാനുള്ളത്. ഓക്കെ, നിങ്ങൾ ബുക്കിലേക്ക് വരക്കാൻ നിങ്ങൾക്ക് സമയം തരാം. ആദ്യം ഇത് നോക്കി കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഓരോ മാർക്കിങ്സും കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ നമുക്കറിയാവുന്ന കാര്യമാണ് BC എന്ന് പറയുന്ന ഡയറക്ഷനും ആ ലെങ്ത്തും B എന്ന് പറയുന്ന വെക്ടർ തന്നെയാണ്. ബിക്കോസ് ദിസ് BC ഈസ് പാരലൽ ടു B ആൻഡ് B to C ഈസ് ദി ഡയറക്ഷൻ. പാരലൽ ആണ്, ലെങ്ത്തും സെയിം ആണ്. BCയും ADയും സെയിം ആണ്. DCയും ABയും ഒരേ ലെങ്ത് ആണ്. അതേപോലെ തന്നെ DC എന്ന് പറയുന്നത് നമുക്കറിയാം വെക്ടർ എക്ക് പാരലലുമാണ്. സോ DC എന്ന് പറയുന്നതും വെക്ടർ എ തന്നെയാണ്. ഇനി നമുക്ക് കാണേണ്ടത് ഈ ലെങ്ത്താണ്. അപ്പോൾ നമുക്ക് ഈ ട്രയാങ്കിൾ BMC, ആദ്യം ഈ ട്രയാങ്കിൾ പരിഗണിക്കുക. BMC എന്ന് പറയുന്ന ട്രയാങ്കിൾ പരിഗണിക്കുക. ട്രയാങ്കിൾ BMC കൺസിഡർ ചെയ്താൽ അതിൽ നിന്ന് സൈൻ തീറ്റ കാണാം. സൈൻ തീറ്റ എന്ന് പറയുന്നത് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ബിക്ക് പാരലലാണ് BC, എക്ക് പാരലലാണ് BM എന്ന് പറയുന്ന ലൈൻ വെക്ടർ എക്ക് പാരലലാണ്. BC എന്ന് പറയുന്ന ലൈൻ വെക്ടർ B തന്നെയാണ്. BC എന്ന് പറയുന്ന ലൈൻ വെക്ടർ B തന്നെയാണ്. BM വെക്ടർ എക്ക് പാരലലുമാണ്. അപ്പോൾ ഈ തീറ്റയും സെയിം ആയിരിക്കും. ഈ ആംഗിളും സെയിം ആയിരിക്കുമല്ലോ, കാരണം ഈ ലൈനിന്റെ രണ്ട് പാരലൽ ലൈൻസ് കട്ട് ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവും. സോ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് പറഞ്ഞാൽ CM ഡിവൈഡഡ് ബൈ ഹൈപ്പോട്യൂസ് പറഞ്ഞാൽ BC എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ വെക്ടർ ബിയുടെ മാഗ്നിറ്റ്യൂഡാണ്. സോ ഇറ്റ് ഈസ് CM ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി. സിമിലർലി അപ്പോൾ ഇതിൽ നിന്ന് CM എന്ന് പറയുന്ന ഈ സൈഡിന് CM എന്ന് പറയുന്ന ഈ സൈഡിന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കുക. CM is equal to വെക്ടർ ബി ഇൻറ്റു സൈൻ തീറ്റ, മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി ഇൻറ്റു സൈൻ തീറ്റ, അല്ലെങ്കിൽ CM is equal to BC സൈൻ തീറ്റ എന്ന് എഴുതാം. BC സൈൻ തീറ്റ. BC എന്ന് പറഞ്ഞാൽ B എന്ന് പറയുന്ന വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. സോ ഇറ്റ് ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് B ഇൻറ്റു സൈൻ തീറ്റ. സിമിലർലി ഇനി കോസ് തീറ്റ കാണാം. ഈ ട്രയാങ്കിൾ കോസ് തീറ്റ കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. BM ഡിവൈഡഡ് ബൈ BC. BM ഡിവൈഡഡ് ബൈ BC എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി. സോ BM ഡിവൈഡഡ് ബൈ വെക്ടർ ബി. ഇറ്റ് ഈസ് ഇതിൽ നിന്ന് നമുക്ക് എഴുതാം BM is equal to വെക്ടർ ബി ഇൻറ്റു കോസ് തീറ്റ. ഇതവിടെ കൺസിഡർ ഈ സൈഡിന്റെ നീളവും ഈ രണ്ട് ലെങ്ത് CMന്റെയും BMന്റെയും ലെങ്ത് നമുക്ക് ആവശ്യം വരും. അതുകൊണ്ട് അത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേ ഉള്ളൂ. ഓക്കെ, ഇനി ഈ ഫിഗറിലേക്ക് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റും AC എന്ന് പറയുന്ന ലെങ്ത് പൈതഗോറസ് തിയറം ഉപയോഗിച്ച് കണ്ടെത്താം ഫ്രം ദി ട്രയാങ്കിൾ AMC. ഈ AMC എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. AMC എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിൾ ആണ്. AMC എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഈ ഡയഗണലിന്റെ ലെങ്ത് AC ആണ് റിസൾട്ടന്റ്. അപ്പോൾ AC എന്ന് പറഞ്ഞാൽ AM സ്ക്വയർ പ്ലസ് CM സ്ക്വയർ. അപ്പോൾ റിസൾട്ടന്റ് വെക്ടർ A പ്ലസ് ബിയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ACയുടെ ലെങ്ത് ആണ്, ലെങ്ത് ഓഫ് AC ആണ്. അപ്പോൾ പൈതഗോറസ് തിയറം അനുസരിച്ച് ദിസ് ലെങ്ത് ഓഫ് AC is equal to root of AM square plus MC square considering the triangle AMC. So it is AM square plus MC square. Right triangle ആണ്. So AM square plus MC അല്ലെങ്കിൽ CM square. ഇനി AM എന്ന് പറഞ്ഞാൽ AB പ്ലസ് BM ആണ്. ഇതുവരെ AB ആണ്, ഇതുവരെ BM ആണ്. AB എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡ് ആണ്. സോ AM is equal to AB plus BM the whole square. AMന്റെ സ്ക്വയർ കാണും. സോ ഇറ്റ് ഈസ് AB plus BM the whole square plus CM square. അപ്പോൾ വെക്ടർ R is equal to magnitude of magnitude of A plus B is equal to root of
ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എ ബി എന്ന് പറഞ്ഞാൽ എ ആണ്, വെക്ടർ എ ആണ്, അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ പ്ലസ് ബി എം എന്ന് പറഞ്ഞാൽ നേരത്തെ കണ്ടിട്ടുണ്ട്, മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി ഇൻറ്റു കോസ് തീറ്റ. സോ വെക്ടർ എ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ പ്ലസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി ഇൻറ്റു കോസ് തീറ്റ ദി ഹോൾ സ്ക്വയർ, എ എം പ്ലസ് ബി എം ദി ഹോൾ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. പ്ലസ് സി എം എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതിയിട്ടുണ്ട്, സി എം നമ്മൾ നേരത്തെ കണ്ടെത്തിയിട്ട് സി എം ഇസ് ഈക്വൽ ടു വെക്ടർ ബി ഇൻറ്റു സൈൻ തീറ്റ. സോ ബി സൈൻ തീറ്റ ദി ഹോൾ സ്ക്വയർ. ഇവിടെ വെക്ടർ ഇട്ടിട്ടില്ല, അതുകൊണ്ട് ഇത് മാഗ്നിറ്റ്യൂഡ് ആണ്. ബി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഉള്ള ചിഹ്നം ഉപയോഗിച്ചിട്ടില്ല, വിട്ടുപോയതാണ്, കുഴപ്പമില്ല. അപ്പോൾ വെക്ടർ ചിഹ്നം മുകളിലില്ലാത്തതുകൊണ്ട് ദിസ് ഇൻഡിക്കേറ്റ്സ് ദി മാഗ്നിറ്റ്യൂഡ്. ഇവിടെ വെക്ടർ ചിഹ്നം ഉണ്ട്, പക്ഷേ ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഇട്ടിട്ടില്ല, അതുകൊണ്ട് ഇറ്റ് ആൾസോ ഇൻഡിക്കേറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, സോ ആർ ഇസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ദി ഹോൾ സ്ക്വയർ പ്ലസ് ഇതിനെ എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ ഫോമിൽ എക്സ്പാൻഡ് ചെയ്യുന്നു. ഇത് എ ബി കോസ് തീറ്റനെ ബി ആയിട്ടും എ വെക്ടർ എന്റെ മാഗ്നിറ്റ്യൂഡ് എ ആയിട്ടും ഈ ടേമിനെ എ ആയിട്ടും ഈ മൊത്തം ടേമിനെ ബി ആയിട്ടും എടുത്താൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab എന്നുള്ള ഇക്വേഷൻ. അവിടെ എന്റെ സ്ഥാനത്ത് വെക്ടർ എന്റെ മാഗ്നിറ്റ്യൂഡ്, സോ വെക്ടർ എ ദി മാഗ്നിറ്റ്യൂഡിന്റെ സ്ക്വയർ പ്ലസ് ഇത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ വെക്ടർ ബി കോസ് തീറ്റ ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ വെക്ടർ ബി സ്ക്വയർ ഇൻറ്റു വെക്ടർ ബി മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി ദി സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ പ്ലസ് 2ab 2 into vector a into vector b into cos theta 2 into vector a into vector b into cos theta plus ഈ ടേം അതേപോലെ ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ വെക്ടർ ബി മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി ദി ഹോൾ സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ. ദിസ് ഈസ് ദി ഇക്വേഷൻ ഫോർ ദി റിസൾട്ട്. ഇതിൽ നിങ്ങൾ നോക്കൂ, വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡും ബിയുടെ മാഗ്നിറ്റ്യൂഡും തീറ്റയും അല്ലാതെ വേറൊന്നുമില്ല. സോ ദിസ് ഗീവ്സ് യു ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി റിസൾട്ടന്റ് വെക്ടർ ഇൻ ടേംസ് ഓഫ് വെക്ടർ എ വെക്ടർ ബി ആൻഡ് തീറ്റ. ഇതിനൊന്നും കൂടി സിംപ്ലിഫൈ ചെയ്യാവുന്നതാണ്. ഇവിടെ ഒരു ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ കാണാം, ഇവിടെ ഒരു ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ കാണാം. വി ഹാവ് ആൻ ഐഡന്റിറ്റി, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ട്രിഗണോമെട്രി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1. ദിസ് ഐഡന്റിറ്റി യു നോ വെൽ. അപ്പോൾ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 എന്നുള്ള ഒരു ഐഡന്റിറ്റി അറിയാവുന്നത് കൊണ്ട് ഇവിടെ ഒരു കോസ് സ്ക്വയർ ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ഉണ്ട്, ഇവിടെ ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഉണ്ട്. അപ്പോൾ ആ രണ്ട് ടേമിൽ നിന്ന് നമ്മൾ ബി സ്ക്വയർ പൊതുവായിട്ട് എടുത്താൽ ബി സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ വരും. അപ്പോൾ അതാണ് എഴുതിയത്. എ സ്ക്വയർ ഇതൊക്കെ മാഗ്നിറ്റ്യൂഡാണ്, വെക്ടർ ചിഹ്നം ഇട്ടിട്ടില്ല. ദാറ്റ് മീൻസ് ഇത് മാഗ്നിറ്റ്യൂഡാണ്. എ സ്ക്വയർ പ്ലസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ഈ സൈൻ സ്ക്വയർ തീറ്റയാണ് ഇവിടെ ഉള്ളത്, കോസ് സ്ക്വയർ തീറ്റയാണ് ഇവിടെ ഉള്ളത്. സോ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ തീറ്റ എക്സ്പാൻഡ് ചെയ്താൽ കിട്ടുമല്ലോ ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് 2ab കോസ് തീറ്റ അതേപോലെ എഴുതി 2ab കോസ് തീറ്റ. ഇനി കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആണ്. സോ ദി റിസൾട്ടന്റ് വിൽ ബി ആർ ഇസ് ഈക്വൽ ടു ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി റിസൾട്ടന്റ്. അതുകൊണ്ടാണ് ഇവിടെ വെക്ടർ ചിഹ്നം ഇട്ടിട്ടില്ല. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി റിസൾട്ടന്റ് ഇസ് ഈക്വൽ ടു ഇസ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി റിസൾട്ടന്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് a square magnitude square of the magnitude of a plus square of the magnitude of b plus 2 into magnitude of a into magnitude of b into cos theta. All these are magnitudes. So if you are provided with the magnitude of a and magnitude of b and the angle between the two vectors theta, you can find the magnitude of the resultant or the vector sum a plus b. Vector sum vector a plus vector b യുടെ മാഗ്നിറ്റ്യൂഡ് കണ്ടെത്താൻ ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. ഇത് പലപ്പോഴും ചോദിക്കാറുണ്ട്. ആംഗിൾ ഡയറക്ഷൻ കണ്ടെത്തണമെങ്കിൽ ആംഗിൾ ആൽഫ കാണണം. ആ ഇക്വേഷൻ അതും ചോദിച്ചിട്ടുണ്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഇതാണ്. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ രണ്ടും ചോദിക്കും, രണ്ടും കാണും. ഫൈൻഡ് ദി മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദി റിസൾട്ടന്റ് വെക്ടർ എന്ന് തന്നെ ചോദിക്കാറുണ്ട്. അപ്പോൾ ആദ്യം ഈ മാഗ്നിറ്റ്യൂഡ് കണ്ട പാർട്ട് ശരിക്കും മനസ്സിലാക്കിയിട്ട് അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ നോട്ടിലേക്ക് നിങ്ങൾ റീപ്രൊഡ്യൂസ് ചെയ്യുക. ഇത് നോക്കിയിട്ട് അതേപോലെ കോപ്പി ചെയ്യാനല്ല പറഞ്ഞത്. നിങ്ങൾ ഈ ചിത്രം വരക്കാൻ ആദ്യം പഠിക്കുക. ചിത്രമൊക്കെ അതിൻ്റെ ഒരു ലോജിക് അനുസരിച്ച് വരക്കണം. എന്നാൽ അത് ഒരുപാട് പ്രയാസമില്ലാതെ മനസ്സിലുണ്ടാവും. ആദ്യം ഒരു വെക്ടർ വരക്കണം, പിന്നെ രണ്ടാമത്തെ വെക്ടർ വരക്കണം. ആ രണ്ട് വെക്ടറും ഒരു പാരലോഗ്രത്തിൻ്റെ അഡ്ജസൻറ്റ് സൈഡായിട്ട് തന്നെ വരക്കണം. അപ്പോൾ എന്നിട്ട് ആ പാരലോഗ്രാം കംപ്ലീറ്റ് ചെയ്യണം. ഡയഗണൽ വരക്കണം. ഡയഗണലിൻ്റെ എൻഡിൽ, അതായത് റിസൾട്ടന്റ് വെക്ടറിൻ്റെ ടിപ്പിൽ നിന്ന് താഴേക്ക് പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യണം. ആ പെർപെൻഡിക്കുലർ അടിയിലുള്ള ഫസ്റ്റ് വരച്ച വെക്ടറിനെ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് അതിലേക്ക് നീട്ടി മുട്ടിക്കുക. അങ്ങനെ ഒരു റൈറ്റ് ട്രയാങ്കിൾ അവിടെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. BMC എന്ന് പറയുന്ന ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടാക്കുക ഈ റൈറ്റ് സൈഡ്. റിസൾട്ടന്റ് വെക്ടറും വെക്ടർ എയും തമ്മിലുള്ള ആംഗിളാണ് ഞാൻ ആൽഫ എന്ന് എടുത്തത്. അത് ആൽഫ എന്ന് എടുക്കുക. ഇത്രയുമാണ് ഡയഗ്രത്തിലുള്ളത്. പിന്നെ കോർണേഴ്സിനൊക്കെ പേര് കൊടുക്കുക, ABCD എന്നുള്ള പേര് കൊടുക്കുക നല്ലതാണ്. ഓരോ പോയിന്റിനും പേര് കൊടുക്കുക. പിന്നെ ആദ്യം നമ്മൾ കാണേണ്ടത്, നമ്മൾ പുതുതായി വരച്ച രണ്ട് ലൈൻസ് ഒരു പെർപെൻഡിക്കുലർ CM ഉം ഒരു എക്സ്റ്റൻഡഡ് ലൈൻ BM, അതിന്റെ മാഗ്നിറ്റ്യൂഡ് ആ ലെങ്ത് കാണുക.
ഇൻ ടേംസ് ഓഫ് വെക്ടർ എ, വെക്ടർ ബി ആൻഡ് തീറ്റ. ഇതാണ് ആദ്യത്തെ ലക്ഷ്യം. നമ്മൾ പുതുതായിട്ട് വരച്ച രണ്ട് കാര്യങ്ങൾ. അത് കാണുമ്പോൾ സി എം എന്ന് പറഞ്ഞാൽ ബി സൈൻ തീറ്റ എന്ന് കിട്ടും, ബി എം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ബി കോസ് തീറ്റ എന്ന് കിട്ടും. So CM and BM are the two mutually perpendicular components of vector B എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മൾ സാധാരണ ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് പൈതഗോറസ് തിയറം ആണ്. പൈതഗോറസ് തിയറം എന്നും കൺസിഡറിംഗ് ദി ട്രയാങ്കിൾ എ എം സി എന്നും ഞാൻ എഴുതിയിട്ടില്ല, നിങ്ങൾക്കത് എഴുതാം. ഇവിടെ ഒരു ലൈൻ ചേർത്ത് കൊടുക്കാം. ഫ്രം ദി ട്രയാങ്കിൾ എ എം സി, ഓക്കെ, ഐ വിൽ എഡിറ്റ് ദാറ്റ്. ഫ്രം ദി ട്രയാങ്കിൾ എ എം സി എന്ന് കൊടുക്കാം അവിടെ. ഒരു മിനിറ്റ്. അപ്പം ഇത് ശരിക്കും മനസ്സിലാക്കി ചെയ്യണം. ഓരോ സ്റ്റുഡൻറ്റും അത്, ഓരോ കുട്ടിയും അത് മനസ്സിലാക്കണം. അറിയാത്തവർ ചോദിക്കാനാണ്. എക്സാമിന് ഇതിൻ്റെ ആൻസർ എഴുതുമ്പോൾ നിങ്ങൾ എക്സാമിൻ്റെ കേസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റെപ്പുകൾ ചുരുക്കി എഴുതാം കഴിയുന്നവർക്ക്. ഓരോ സ്റ്റെപ്പും, ഫോർ എക്സാമ്പിൾ ചില കുട്ടികൾക്ക് ഇത് എത്രയായാലും ഒരു രക്ഷയില്ല, മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇതെന്നല്ല, ജനറലായിട്ടൊരു ഡെറിവേഷൻ അത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുകയാണ്, എഴുതിയോ അങ്ങനെയെങ്കിലും കാണാതെ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ, അങ്ങനെയല്ല ഫിസിക്സ് പഠിക്കേണ്ടത്. ആൻഡ് ഇൻ കേസ് എക്സാമിൽ മാർക്ക് കിട്ടലൊരു പ്രധാനമാണല്ലോ. അപ്പോൾ അങ്ങനെ കാണാതെ പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഇതിലെ കുറേ സ്റ്റെപ്പൊക്കെ ഏത് ഡെറിവേഷനിലായാലും പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ മാത്രം എഴുതിയാൽ മതി. കാരണം അവരെ സംബന്ധിച്ച് ഇങ്ങനെ ബൈ ഹാർട്ട് ചെയ്യുമ്പോൾ ഒരു സ്റ്റെപ്പ് കിട്ടിയത് കൊണ്ട് അടുത്ത സ്റ്റെപ്പ് കിട്ടുന്നതിന് പ്രത്യേകിച്ച് സൗകര്യമൊന്നും ഉണ്ടാവില്ല. ഒക്കെ കാണാതെ പഠിച്ചെഴുതുന്ന കുട്ടികൾ. അങ്ങനെയുള്ള കുട്ടികൾ ഇതിൽ പ്രധാനപ്പെട്ട സ്റ്റെപ്പ് മാത്രം എഴുതിയാൽ മതി. ഇത് പി ഡെറിവേഷനിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലൊന്നും വേണ്ട, ഒറ്റയടിക്ക് ഇത് എഴുതാം. സി എം ഇസ് ഈക്വൽ ടു ബി സൈൻ തീറ്റ, ബി എം ഇസ് ഈക്വൽ ടു ബി കോസ് തീറ്റ. ഫ്രം ട്രയാങ്കിൾ ബി എം സി ഇത് രണ്ടും എഴുതാം. പിന്നെ എഴുതാം ഫ്രം ട്രയാങ്കിൾ എ എം സി എന്ന് എഴുതാം. എന്നിട്ട് നേരെ എ പ്ലസ് ബി ആർ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഈ ടേം നേരെ എഴുതാം, ഈ ലൈൻ നേരെ എഴുതാം. ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ ഇത് കിട്ടുമെന്ന് എഴുതി വെക്കാം. അങ്ങനെ 3-4 സ്റ്റെപ്പിൽ തീർക്കാവുന്നതാണ്. മനസ്സിലാക്കി ചെയ്ത കുട്ടിയെ സംബന്ധിച്ച് ഇത് ഓരോന്നും ചെയ്യുമ്പോഴാണല്ലോ, ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോഴാണല്ലോ അതിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് വരിക. ബൈ ഹാർട്ട് അല്ലാതെ മറ്റ് ഓപ്ഷൻ ഇല്ലാത്തവരുടെ കാര്യമാണ് പറഞ്ഞത്.
ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് എഴുതിയല്ലോ, ഇനി ഇതിൻ്റെ ഡയറക്ഷൻ കണ്ടെത്തുന്നതും കൂടി പറയാം. കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ പറയണേ. ഓക്കെ, ഇനി ഡയറക്ഷൻ കാണാം. അപ്പോൾ ആ ഡയഗ്രം ഞാനൊന്ന് ജസ്റ്റ് ഇതിനാവശ്യം ഡയറക്ഷൻ കാണാൻ ആവശ്യമുള്ള രീതിയിൽ റീപ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതേ ഡയഗ്രം തന്നെ നോട്ടിലേക്ക് ഇത് ഞാൻ അതേപോലെ പറഞ്ഞു കഴിഞ്ഞിട്ട് എഴുതാം. സോ ഈ ട്രയാങ്കിൾ ഡയറക്ഷൻ ഈസി ആയിട്ട് കാണാം. ഫ്രം ട്രയാങ്കിൾ എ എം സി എന്ന് പറയുന്ന ട്രയാങ്കിളിൽ നിന്ന് ആൽഫ കാണുക, ഡയറക്ഷൻ കാണുക എന്ന് പറഞ്ഞാൽ റിസൾട്ടൻറ്റിൻ്റെ ഡയറക്ഷൻ ആണ് കാണേണ്ടത്, എ സിയുടെ ഡയറക്ഷനാണ് കാണേണ്ടത്. നമ്മൾക്ക് തന്നിരിക്കുന്നത് എ ബിയും എ ഡിയുമാണ്, അല്ലെങ്കിൽ വെക്ടർ എയും വെക്ടർ ബിയും. എ ഡി എന്ന് പറഞ്ഞാൽ വെക്ടർ ബി, എ ബി എന്ന് പറഞ്ഞാൽ വെക്ടർ എ. അപ്പോൾ ഏതെങ്കിലും ഒരു വെക്ടറുമായിട്ട് റിസൾട്ടൻ്റ് ഉണ്ടാക്കുന്ന ആംഗിൾ കണ്ടാൽ നമുക്ക് ഡയറക്ഷനായി. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറയാം, എ എന്ന് പറയുന്ന വെക്ടറിൽ നിന്നും ആൽഫ ആംഗിൾ ചെരിഞ്ഞിട്ടാണ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ആൽഫ ആംഗിൾ എടുത്താൽ ആ ഡയറക്ഷനിലാണ് റിസൾട്ടൻ്റ് ഉള്ളത് എന്ന് പറയാം. റിസൾട്ടൻ്റ് ഡയറക്ഷൻ അതാണെന്ന് പറയാം. സോ ദാറ്റ് ഈസ് വൺ വേ. അപ്പോൾ നമ്മൾ ആൽഫ കാണുക എന്നുള്ളതാണ് ഒരു സൊല്യൂഷൻ. സോ വിൽ ഫൈൻഡ് ആൽഫ. ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ നിങ്ങൾക്ക് ടാൻ ആൽഫ കാണാം. ടാൻ ആൽഫ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾ ഇതാണ്, എ എം സി. റൈറ്റ് ട്രയാങ്കിൾ എ എം സി. സോ ആ ട്രയാങ്കിളിൽ നിന്ന് ടാൻ ആൽഫ എന്ന് പറഞ്ഞാൽ സി എം ഡിവൈഡഡ് ബൈ എ എം എന്നാണ്. എ എമ്മിന് നേരത്തെ നമ്മൾ എഴുതി എ ബി പ്ലസ് ബി എം. ബി എം എന്ന് പറഞ്ഞാൽ ബി കോസ് തീറ്റ ആണെന്ന് നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ നോട്ടിൽ നോക്കിയാൽ കാണാൻ പറ്റും. ബി എം എന്ന് പറഞ്ഞാൽ ബി കോസ് തീറ്റയാണ്. അപ്പോൾ എ പ്ലസ് എ എം എന്ന് പറഞ്ഞാൽ എ ബി പ്ലസ് ബി എം. എ ബി പ്ലസ് ബി എം. എ ബി എന്ന് പറഞ്ഞാൽ വെക്ടർ എ ആണ്. പഴയ ഡയഗ്രം നോക്കിയാൽ എ ബി വെക്ടർ എ ആണല്ലോ. സോ എ ബി ഇസ് വെക്ടർ എ. സോ വെക്ടർ എന്റെ മാഗ്നിറ്റ്യൂഡ് പ്ലസ് ബി എം എന്ന് പറഞ്ഞാൽ ബി കോസ് തീറ്റ, ദാറ്റ് ഈസ് എ എം. സി എം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബി സൈൻ തീറ്റ. അതും നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. സി എം ഡിവൈഡഡ് ബൈ എ എം. സി എം ഡിവൈഡഡ് ബൈ എ എം. സി എം ഈസ് ബി സൈൻ തീറ്റ. എ എം ഈസ് ഈക്വൽ ടു എ ബി പ്ലസ് ബി എം. ആൻഡ് എ ബി ഈസ് നത്തിങ് ബട്ട് വെക്ടർ എ. അതിൻ്റെ ലെങ്ത് ആണ്, വെക്ടർ എന്റെ ലെങ്ത് ആണ്. അതുകൊണ്ടാണ് അവിടെ വെക്ടർ ഇടാതെ. മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ആണ് എ ബി. ആൻഡ് ബി എം ഈസ് ബി കോസ് തീറ്റ എന്നുള്ളത് കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ കണ്ടത്. So the resultant, ഈ ട്രയാങ്കിൾ കണ്ടാൽ ഈ ട്രയാങ്കിളിൽ ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു ബി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി കോസ് തീറ്റ എന്ന് വരും. സോ ആൽഫ കാണണമെങ്കിൽ ടാൻ ഇൻവേഴ്സ് ബി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എ പ്ലസ് കോസ് തീറ്റ. ടാൻ ഇൻവേഴ്സ് ഫംഗ്ഷൻ നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ ഉണ്ടാവും. ഇത്തരം ടാൻ ഇൻവേഴ്സ് ഫംഗ്ഷൻസ് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. നിങ്ങളുടെ കാൽക്കുലേറ്റർ ഡിഗ്രിയിൽ സെറ്റ് ചെയ്തിട്ട് വേണം വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ. അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് ആൽഫ കിട്ടുക ഡിഗ്രിയിലായിരിക്കും, അല്ലെങ്കിൽ ആൽഫ ഗ്രേഡിയൻറ്റോ റേഡിയൻറ്റോ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഡിഗ്രിയിൽ തന്നെ ചെയ്യാം. നിങ്ങൾക്ക് ഡിഗ്രിയാണ് ഫെമിലിയർ ആയിട്ടുള്ള യൂണിറ്റ്. എപ്പോഴെങ്കിലും റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യം വന്നാൽ അപ്പോൾ റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി. നമുക്ക് ഫിസിക്കലി ഈസി ആയിട്ട് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന യൂണിറ്റ് ഒരു ഡിഗ്രിയാണ്. ഓക്കെ, ദിസ് ഈസ് ഹൗ യു വിൽ ഫൈൻഡ് ദി ആംഗിൾ ആൽഫ. അപ്പോൾ ഡയറക്ഷൻ എന്ന് എഴുതിയിട്ട് ഇതും കൂടി നോട്ടിലേക്ക് എഴുതുക. ഈ ഡയഗ്രാം വീണ്ടും വരക്കേണ്ട ആവശ്യമില്ല. പഴയ ഡയഗ്രത്തിലേക്ക് തന്നെ റെഫർ ചെയ്താൽ മതി. ഡയഗ്രാം വരക്കരുത്. നിങ്ങളുടെ നോട്ടിൽ നിങ്ങൾ ആദ്യം വരച്ച മുൻപത്തെ സ്ലൈഡിൽ കണ്ട അതേ ഡയഗ്രാം അത് റെഫർ ചെയ്തിട്ടാണ് ഇത് എഴുതേണ്ടത്. അതിലുള്ള ട്രയാങ്കിൾ എ എം സി തന്നെയാണ് ഇതും. ഞാൻ ഇവിടെ ആ ഡയഗ്രാം നിങ്ങൾ കാണുന്നില്ലല്ലോ കഴിഞ്ഞ സ്ലൈഡ്. അതുകൊണ്ടൊന്നും ഇങ്ങോട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ലേബലിംഗ് ഒന്നും എല്ലാ ലേബൽസും ഇല്ലാതെ ഒന്ന് റീപ്രൊഡ്യൂസ് ചെയ്തു എന്നേ ഉള്ളൂ.
ഫ്രം ദിസ് ട്രയാങ്കിൾ എ എം സി ടാൻ ആൽഫ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ് ടാൻ തീറ്റ. ഓപ്പോസിറ്റ് സൈഡ് ഇതാണ്, അഡ്ജസൻറ്റ് സൈഡ് ഇതാണ്. എ എം എന്ന് നമ്മൾ എ ബി പ്ലസ് ബി എം എന്ന് എഴുതി. എ ബി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെക്ടർ എ, ബി എം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ബി കോസ് തീറ്റ. ഈ ആംഗിൾ തീറ്റയാണ്, രണ്ടും നമ്മൾ and CM is or CM is equal to B sin theta. അത് രണ്ടും കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ ചെയ്തു. അപ്പോൾ റിസൾട്ടന്റ് ഇനി ഇങ്ങനെ എഴുതുക. where alpha is the angle between the resultant vector R and vector A and theta is the angle between given vectors C and B. അതായത് ഇതിൽ പറയുന്ന ആൽഫ എന്ന് പറയുന്നത് റിസൾട്ടന്റും എയുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ്. തീറ്റ ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ വെക്ടർ എ ആൻഡ് വെക്ടർ ബി. അതാണ് നമ്മളോട് പറഞ്ഞത്. എയും ബിയും അവ തമ്മിലുള്ള ആംഗിൾ തീറ്റയും അതിൻ്റെ ടേമിൽ നിങ്ങൾ മാഗ്നിറ്റ്യൂഡിനുള്ള ഇക്വേഷനും ഡയറക്ഷൻ കാണാനുള്ള ഇക്വേഷനും കണ്ടാക്കണം. അപ്പോൾ ഇതിൽ എയും ബിയും ആ തീറ്റയും മാത്രമേ വരുന്നുള്ളൂ. കഴിഞ്ഞ ഇക്വേഷനിലും എയും ബിയും തീറ്റയും മാത്രമേ വരുന്നുള്ളൂ. മാഗ്നിറ്റ്യൂഡ് കാണാനുള്ള ഇക്വേഷൻ ദാറ്റ് ഈസ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ എന്നുള്ള വെക്ടർ എന്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ദി സ്ക്വയർ പ്ലസ് magnitude of vector b the whole square plus 2 into magnitude of vector a into magnitude of vector b into cos theta. അതാണ് അതിൻ്റെ ശരിയായ രൂപം. ആ റൂട്ട് ആ ഇക്വേഷൻ അത് ഓർത്തിരിക്കണം. അപ്പോൾ ഇക്വേഷൻ ഫോർ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി റിസൾട്ടന്റ് ഓഫ് ടു വെക്ടേഴ്സ് എ ആൻഡ് ബി ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് magnitude of a square plus magnitude of b square plus 2 into magnitude of a into magnitude of b into cos theta, where theta is the angle between a and b. അത് ആ ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഓരോ സ്റ്റെപ്പ് മനസ്സിലാക്കി പഠിച്ചിരിക്കണം. മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കണം. ഓക്കെ. ഈ ടോപ്പിക്ക് കഴിഞ്ഞു. ഇനി അടുത്തത് വെക്ടറിൻ്റെ റെസൊല്യൂഷനാണ്. റെസൊല്യൂഷൻ ഓഫ് എ വെക്ടർ പരീക്ഷയ്ക്ക് ചോദിക്കാറില്ലായിരുന്നു, പക്ഷെ കഴിഞ്ഞ വർഷമോ അതിൻ്റെ മുൻപത്തെ വർഷമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് വന്നിട്ടുണ്ട്. റെസൊല്യൂഷൻ ഓഫ് വെക്ടർ വളരെ പ്രധാനപ്പെട്ടതാണ്. വെക്ടറിൻ്റെ ഐഡിയ മനസ്സിലാവണമെങ്കിൽ ഫിസിക്സിൽ എപ്പോഴും ഇനി പഠിക്കാനുള്ള ചാപ്റ്ററിലൊക്കെ ഈ ഒരു ഐഡിയ ആവശ്യം വരും. ഹൗ ടു റിസോൾവ് എ വെക്ടർ എപ്പോഴും പറയും. റിസോൾവ് ദി ഫോഴ്സ് ഇൻ ടു 2 കമ്പോണൻസ് എന്നൊക്കെ പറഞ്ഞുള്ള ഒരുപാട് അപ്ലിക്കേഷൻസ് വരും. വെലോസിറ്റി വെക്ടറിനെ നമ്മൾ റിസോൾവ് ചെയ്ത് എഴുതും. അങ്ങനെ റെസൊല്യൂഷൻ ഓഫ് വെക്ടർ എപ്പോഴും ആവശ്യമുള്ളൊരു സാധനമാണ്. അതുകൊണ്ട് അതിൻ്റെ കൺസെപ്റ്റ് ശരിക്കും മനസ്സിലാക്കണം. എന്താണ് റിസോൾവ് ചെയ്യുക എന്ന് പറഞ്ഞു അത് എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും. ഇത്രയുമാണ് എഴുതേണ്ടത്. റെസൊല്യൂഷൻ ഓഫ് എ വെക്ടർ ഞാൻ പറഞ്ഞിട്ട് എഴുതാം. റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എനി വെക്ടർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ലീനിയർ കോമ്പിനേഷൻ ഓഫ് 2 or more വെക്ടേഴ്സ്. എന്താ ഈ ലീനിയർ കോമ്പിനേഷൻ ഓഫ് 2 or more വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ? രണ്ട് വെക്ടറിൻ്റെ എയുടെയും ബിയുടെയും ലീനിയർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് എ ആൻഡ് ബി, എ മൈനസ് ബി ഇസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് എ ആൻഡ് ബി, 3a plus b is linear combination of a and b, 3a minus 4b is a linear combination of a and b, minus 3a minus 4b എന്ന് പറഞ്ഞാലും ലീനിയർ കോമ്പിനേഷൻ. ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും ലീനിയർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ബട്ട് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈസ് നോട്ട് എ ലീനിയർ കോമ്പിനേഷൻ, എ പ്ലസ് ബി സ്ക്വയർ ഈസ് നോട്ട് എ ലീനിയർ കോമ്പിനേഷൻ, എ മൈനസ് ബി സ്ക്വയർ ഈസ് നോട്ട് എ ലീനിയർ കോമ്പിനേഷൻ. മനസ്സിലായല്ലോ? എ ബി ഈസ് നോട്ട് എ ലീനിയർ കോമ്പിനേഷൻ. രണ്ട് നമ്പർ എയും ബിയും എടുത്താൽ അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ 3a പ്ലസ് ബി ഈസ് എ ലീനിയർ കോമ്പിനേഷൻ, എ മൈനസ് ബി ലീനിയർ കോമ്പിനേഷനാണ്, എ പ്ലസ് ബി ലീനിയർ കോമ്പിനേഷൻ. എയെ ഏതെങ്കിലും നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ബിയെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ എന്നിട്ട് അത് തമ്മിൽ അഡീഷനോ സബ്ട്രാക്ഷനോ വെക്കാം. അങ്ങനെയുള്ള കോമ്പിനേഷനാണ് ലീനിയർ കോമ്പിനേഷൻ. പക്ഷേ എ ഇൻറ്റു ബി എന്ന് എഴുതിയാൽ ദാറ്റ് ഈസ് നോട്ട് എ ലീനിയർ കോമ്പിനേഷൻ. എ ബൈ ബി ഈസ് നോട്ട് എ ലീനിയർ കോമ്പിനേഷൻ, എ സ്ക്വയർ ബി ഈസ് നോട്ട് എ ലീനിയർ കോമ്പിനേഷൻ. അപ്പോൾ അങ്ങനെ മനസ്സിലായിട്ടുണ്ടാവും. ദാറ്റ് ഇസ് മെൻ ബൈ ദി വേർഡ് ലീനിയർ കോമ്പിനേഷൻ. നിങ്ങൾ മാത്സും ഫിസിക്സും പഠിക്കുമ്പോൾ എവിടെയെങ്കിലും എസ്പെഷ്യലി ഇൻ മാത്തമാറ്റിക്സ് ലീനിയർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. രണ്ട് നമ്പർ ആവട്ടെ, രണ്ട് ടേംസ് ആവട്ടെ, എന്തായാലും രണ്ട് ഇക്വേഷൻസ് ആവട്ടെ, അതിന് ലീനിയർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഓക്കെ.
So linear combination of two or more vectors. The splitting of a vector into two or more component vectors is generally called resolution of a vector. This is purely mathematical definition. ഒരു വെക്ടറിനെ നമുക്ക് ഒന്നിലധികം വെക്ടേഴ്സിൻ്റെ സം ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. നമ്മൾ പഠിച്ചതാണ്. ഒരു വെക്ടർ ട്രയാങ്കിൾ ലോക്ക് വെച്ചിട്ട് സി, ഇപ്പോൾ ഈ കഴിഞ്ഞ സ്ലൈഡ് ഈ വെക്ടറിൽ തന്നെ എ സി എന്ന് പറയുന്ന ഈ ഡയഗ്രത്തിൽ തന്നെ എ സി എന്ന് പറയുന്ന ഈ വെക്ടറിനെ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് സം ഓഫ് ടു വെക്ടേഴ്സ്, സേ വെക്ടർ എ ബി പ്ലസ് വെക്ടർ ബി സി. എ ബി എന്ന് പറയുന്ന വെക്ടറിനെയും ബി സി എന്ന് പറയുന്ന വെക്ടറിനെയും സമ്മാണ് എ സി എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ അതിനൊന്ന് തിരിച്ചും എനിക്ക് പറയാം, എ ബി വെക്ടർ എ ബി ആൻഡ് വെക്ടർ ബി സി ആർ ദി കമ്പോണൻസ് ഓഫ് വെക്ടർ എ സി. എ സി എന്ന് പറയുന്ന വെക്ടറിന്റെ രണ്ട് കമ്പോണൻസ് ആണ് വെക്ടർ എ ബിയും വെക്ടർ ബി സിയും. ഇനി ഇതേ വെക്ടറിന് ആകെ രണ്ട് രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ല. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് വേസ് ആർ ദർ ടു എക്സ്പ്രസ് ദിസ് വെക്ടർ ഇൻ കമ്പോണന്റ് ഫോം. മറ്റൊന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നോക്കുക, ഇത് ഈ എ സി എന്ന് പറയുന്ന വെക്ടർ എനിക്ക് വേറൊരു രീതിയിൽ എഴുതാം. അതേതാണ്? വെക്ടർ എ ഡി പ്ലസ് വെക്ടർ ഡി സി, ദാറ്റ് ഈസ് അനദർ വേ. മൂന്നാമത്തെ ഒരു വഴി പറയാം, വെക്ടർ എ എം, എ ടു എമ്മിനെ ഒരു വെക്ടറായിട്ട് എഴുതിയാൽ ദാറ്റ് വെക്ടർ എ എം പ്ലസ് വെക്ടർ എം സി, വെക്ടർ എ എം പ്ലസ് വെക്ടർ എം സി വിച്ച് ഈസ് അഗെയിൻ വെക്ടർ എ സി. സോ ഇതൊക്കെ ഈ വെക്ടറിന്റെ കമ്പോണൻസ് ആണ്. അലോങ് ഡിഫറെന്റ് ഡയറക്ഷൻസിൽ നമുക്ക് ഈ കമ്പോണൻസ് ഉണ്ടാക്കിയിട്ട് വെക്ടറിനെ റിസോൾവ് ചെയ്യാം. ഇങ്ങനെ ഒരു വെക്ടറിനെ കമ്പോണന്റ് വെക്ടേഴ്സ് ആയിട്ട് സമ്മായിട്ട് അല്ലെങ്കിൽ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് റെസൊല്യൂഷൻ ഓഫ് എ വെക്ടർ എന്ന് മാത്തമാറ്റിക്കലി നമ്മൾ പറയുന്നത്. സോ ഏതൊരു വെക്ടറിനെ ഇങ്ങനെ എഴുതാമല്ലോ. നിങ്ങൾക്ക് ഒരുപാട് വെക്ടേഴ്സിന്റെ ട്രയാങ്കിളിലുള്ളിടത്തോളം കാലം ട്രയാങ്കിളിലോ രണ്ട് വെക്ടറിനാണ് ബാധകം എന്ന് പലപ്പോഴും അങ്ങനെ ധരിക്കരുത് കേട്ടോ. ട്രയാങ്കിളിലോ എന്ന് പറഞ്ഞാൽ 4-5 വെക്ടറിനെയൊക്കെ ആഡ് ചെയ്യും. എന്ത് ചെയ്യണം? ഒന്നാമത്തെ വെക്ടർ എടുക്കുക, രണ്ടാമത്തെ വെക്ടർ എടുക്കുക, ഒന്നാമത്തേതിന്റെ ഹെഡിൽ നിന്ന് രണ്ടാമത്തേതിന്റെ ടെയിൽ തുടങ്ങുക. ഇനി മൂന്നാമത്തെ ഒരു വെക്ടർ ഉണ്ട് എന്ന് വിചാരിക്കൂ. മൂന്നാമത്തെ വെക്ടർ രണ്ടാമത്തെ വെക്ടറിന്റെ ഹെഡിൽ നിന്ന് മൂന്നാമത്തേതിന്റെ ടെയിൽ തുടങ്ങണം. അങ്ങനെ എത്ര വെക്ടറിലും അങ്ങനെ വെച്ചിട്ട് ലാസ്റ്റ് ഒരു ടെയിൽ ഫ്രീ, തുടക്കത്തിൽ ഒരു ടെയിൽ അവിടെ ഫ്രീ ഉണ്ട്, ലാസ്റ്റിൽ ഒരു ഹെഡും ഫ്രീ ഉണ്ട്. ആ ടെയിൽ ഹെഡിലേക്ക് ജോയിൻ ചെയ്താൽ ദാറ്റ് വിൽ ബി ദി വെക്ടർ സം. അങ്ങനെ എത്ര വെക്ടർ ഉണ്ടെങ്കിലും അതിന്റെ സം ട്രയാങ്കിൾ മെത്തേഡിൽ നമുക്ക് കാണാം. അപ്പോഴും അതിന്റെ മെത്തേഡ് നമ്മൾ പറയും ട്രയാങ്കിൾ മെത്തേഡ്. ദാറ്റ് ഈസ് ദി ബേസിക് മെത്തേഡ് ഓഫ് വെക്ടർ അഡിഷൻ. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? പല രീതിയിൽ നമുക്കൊരു വെക്ടറിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ ഇപ്പം ഇതേ തന്നെ മറ്റൊരു എക്സാമ്പിൾ പറയുകയാണ്. എയും ബിയും രണ്ട് വെക്ടേഴ്സ് ആണ്. സി എന്ന് പറയുന്നത് അതിന്റെ സം ആണ്. ഇപ്പോൾ എനിക്കൊരു കാര്യം എഴുതാം, വെക്ടർ എ ഇസ് ഈക്വൽ ടു ഈ ട്രയാങ്കിൾ ലോ ഉപയോഗിച്ചിട്ട് വെക്ടർ എ ഇസ് ഈക്വൽ ടു വെക്ടർ ബി പ്ലസ് വെക്ടർ സി എന്ന് എഴുതാം. വെക്ടർ ബി പ്ലസ് വെക്ടർ സി. അപ്പോൾ എ ഈക്വൽ ടു ബി പ്ലസ് സി, വെക്ടർ എ ഇസ് ഈക്വൽ ടു വെക്ടർ ബി പ്ലസ് വെക്ടർ സി. ഇവിടെ നമുക്ക് ബി എയും സി എയും വെക്ടർ എയുടെ രണ്ട് കമ്പോണൻസ് ആയിട്ടാണ് പറയാൻ പറ്റും. ഇങ്ങനെ എഴുതാൻ കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് യു ക്യാൻ ആൾസോ സേ എക്സ്പ്ലെയിൻ ഇറ്റ് ലൈക്ക് ദിസ്, ദാറ്റ് ഈസ് വെക്ടർ ബി ആൻഡ് വെക്ടർ സി ആർ ദി കമ്പോണൻസ് ഓഫ് വെക്ടർ എ. വെക്ടർ എയുടെ രണ്ട് കമ്പോണൻസ്. ഇതാണ് ജനറലി റെസൊല്യൂഷൻ ഓഫ് എ വെക്ടർ എന്ന് പറയുന്നത്. ഈ രീതിയിലുള്ള റെസൊല്യൂഷൻ നമ്മൾ ഫിസിക്സിൽ അധികം ഉപയോഗിക്കാറില്ല. നമുക്ക് അതിൻ്റെ ആവശ്യം പലപ്പോഴും വരാറില്ല. മാത്സിൽ അതൊക്കെ ഉണ്ട്. നമ്മൾ ഫിസിക്സിൽ എപ്പോഴും ആവശ്യം വരുന്നത്, നമ്മൾ ഫിസിക്സിലെ പ്രോബ്ലംസിലും നമ്മുടെ സിറ്റുവേഷൻസിലും തിയറീസിലൊക്കെ എപ്പോഴും ആവശ്യം വരുന്നത് ഒരു വെക്ടറിനെ രണ്ട് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലുള്ള കമ്പോണൻസ് ആയിട്ട്, 2-3 പെർപെൻഡിക്കുലർ ഡയറക്ഷനിലുള്ള കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാനാണ്. ഇവിടെ ഈ ബിയും സിയും പെർപെൻഡിക്കുലർ കമ്പോണൻസ് അല്ല. ബിയും സിയും വെക്ടർ എയുടെ കമ്പോണൻസ് ആണ്. ബട്ട് ദേ ആർ നോട്ട് ദി പെർപെൻഡിക്കുലർ കമ്പോണൻസ്. പറഞ്ഞാൽ ബിയും സിയും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി അല്ല. പക്ഷേ യു ക്യാൻ റിസോൾവ് ബി എ ഇൻറ്റു 2 പെർപെൻഡിക്കുലർ മ്യൂച്വലി പെർപെൻഡിക്കുലർ കമ്പോണൻസ്. അങ്ങനെ റിസോൾവ് ചെയ്യാം. ഇവിടുന്ന് ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുക. ഇവിടുന്ന് ഇപ്പൊ ഇവിടെ എ സി എന്ന് പറയുന്ന വെക്ടറിന് രണ്ട് പെർപെൻഡിക്കുലർ കമ്പോണൻസ് ആണ് എ എമ്മും എം സിയും. എ എം ആൻഡ് എം സി ആർ പെർപെൻഡിക്കുലർ കമ്പോണൻസ് ഓഫ് വെക്ടർ എ സി. എ ബി എന്ന് പറയുന്നതും ബി സി എന്ന് പറയുന്നതും എ സിയുടെ കമ്പോണൻസ് ആണ്. ബട്ട് ദേ ആർ നോട്ട് ദി പെർപെൻഡിക്കുലർ കമ്പോണൻസ്. മനസ്സിലായല്ലോ? അതാണ് പെർപെൻഡിക്കുലർ കമ്പോണൻസ് ആയിട്ടാണ് നമുക്ക് എപ്പോഴും റെസൊല്യൂഷൻ ആവശ്യമുള്ളത്. സോ ദിസ് ഈസ് ബേസിക്കലി ദി റെസൊല്യൂഷൻ ഓഫ് എ വെക്ടർ. നിങ്ങൾക്ക് നോട്ടിലേക്ക് ഇത് എഴുതാം. എക്സാമിന് ഈ റെസൊല്യൂഷൻ ചോദിക്കാറില്ല. റെക്ടാങ്കുലർ കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളൂ. ബട്ട് ദിസ് ഈസ് ദർ ഇൻ യുവർ സിലബസ്. ഇതാണ് ബേസിക്കലി റെസൊല്യൂഷൻ. റെക്ടാങ്കുലർ കമ്പോണൻസ് അല്ലെങ്കിൽ മ്യൂച്വലി പെർപെൻഡിക്കുലർ കമ്പോണൻസ് ആയിട്ട് റിസോൾവ് നടത്തുന്ന റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ കേസാണ്. ഏത് ഡയറക്ഷനിലുള്ള കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാം. ബട്ട് ഹൈലി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കമ്പോണൻറ്റ് സ്പ്ലിറ്റിംഗ് ആണ്. ഒരു വെക്ടറിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഒരു വെക്ടറിനെ നമ്മൾ
എക്സ് വൈ ഇസഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ആ എക്സും വൈ ഇസഡും പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ ആ വെക്ടറിൻ്റെ എക്സിൻ ഡയറക്ഷനിലുള്ള കമ്പോണൻറ്റ്, വൈ ഡയറക്ഷനിലുള്ള കമ്പോണൻറ്റ്, ഇസഡ് ഡയറക്ഷനിലുള്ള കമ്പോണൻറ്റ് ഒക്കെ കിട്ടണമെങ്കിൽ ആ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ വെക്ടറിനെ റിസോൾവ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് സം ഓഫ് ടു വെക്ടേഴ്സ് ആയിട്ട് എഴുതുന്നതിനെയാണ് റെസൊല്യൂഷൻ എന്ന് ജനറലായിട്ട് പറയും. ഓക്കെ, ഒന്ന് നോട്ടിലേക്ക് എഴുതിക്കോളും. റെസൊല്യൂഷൻ ഓഫ് എ വെക്ടർ. So any vector can be expressed as a linear combination of two or more vectors. The splitting of a vector into two or more component vectors is called a resolution. അപ്പോൾ ഒരു വെക്ടറിനെ റിസോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ. ഇതേപോലെ എഴുതിയാൽ മതി നോട്ട്. ഈ പറഞ്ഞ അതേപോലെ ഈ ഡയഗ്രാം വരച്ച്. ഓക്കെ, ഇതിലൊന്നുമില്ല. ഈ ആ താഴെയുള്ളത് ലാസ്റ്റ് പറയാനുള്ളതാണ്. ഒരു മിനിറ്റ്. ഇതെല്ലാവരും എഴുതി കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഇനി ആ റെക്ടാങ്കുലർ കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യുന്നതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അനലിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതുവരെ നമ്മൾ ജിയോമെട്രിക്കൽ റെപ്രസെൻറ്റേഷനാണ് നടത്തിയത്. വെക്ടറിനെ എങ്ങനെ വരച്ച് റെപ്രസെൻറ്റ് ചെയ്യാം, വരച്ചിട്ടാണ് ഇതുവരെ റെപ്രസെൻറ്റ് ചെയ്തത്. വരച്ചിട്ടല്ലാതെ എഴുത്തിലൂടെ നമ്മൾ പറഞ്ഞത് എ എന്ന് പറയുന്ന വെക്ടർ, ഇതിൻ്റെ മുകളിൽ ഒരു വെക്ടർ ഇടുക. അപ്പോൾ അത് ഒരു റെപ്രസെൻറ്റേഷനാണ് റൈറ്റിംഗ്. അനലിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗിവൺ കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ടാവും. നമുക്ക് ഫിസിക്സിലേക്ക് വരുമ്പോൾ എപ്പോഴും ഒരു കോർഡിനേറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് ഉണ്ട്. ഫ്രെയിം ഓഫ് റെഫറൻസിലുള്ളത് പ്രധാനമായിട്ടും എക്സ് വൈ സെഡ് അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു കോർഡിനേറ്റ് സിസ്റ്റം. നമ്മൾ പഠിക്കുന്നതെല്ലാം എക്സ് വൈ സെഡ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. അപ്പോൾ ആ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം എന്ന എക്സ് വൈ സെഡ് ആക്സിസിൻ്റെ ടേംസിൽ എങ്ങനെ നിങ്ങൾക്ക് വെക്ടറിനെ എഴുതാൻ പറ്റും, വരക്കാൻ നല്ല സുഖമാണ്, അതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സോ യു ആർ ഗോയിങ് ടു റെപ്രസെൻറ്റ് എനി വെക്ടർ ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് കമ്പോണൻറ്റ്സ്. ഞാൻ സ്പ്ലിറ്റിംഗ് റെസൊല്യൂഷൻ പറഞ്ഞു, അതിൻ്റെ എക്സ് വൈ ഇസഡ് ആക്സിസിൻ്റെ അലോങ് ആയിട്ടുള്ള കമ്പോണൻസിൻ്റെ ടേമിൽ അതിൻ്റെ കോമ്പിനേഷനായിട്ട് അതിൻ്റെ സമ്മായിട്ട് വെക്ടറിനെ, ഏതൊരു വെക്ടറിനെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. എനി വെക്ടർ ഇൻ ദി സ്പേസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മ്യൂച്വലി പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് വെക്ടേഴ്സ് അലോങ് എക്സ് വൈ ഇസഡ് ആക്സിസ്. ഏത് വെക്ടറിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, അതാണ് അടുത്ത് പഠിക്കാൻ പോകുന്നത്. ആൻഡ് ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതാണ് പരീക്ഷയ്ക്ക് മുമ്പ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു പ്ലെയിനിലുള്ള 2 ഡയമെൻഷനിലുള്ള വെക്ടേഴ്സിൻ്റെ കേസ് പഠിക്കാം. വരക്കാൻ ഏറ്റവും സുഖം അതാണ്. 3 ഡയമെൻഷൻ ആകുമ്പോൾ പിന്നെ അതിലേക്ക് ഒരു യൂണിറ്റ് വെക്ടർ കൂടി ആഡ് ചെയ്ത് കെ എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടർ, വൈ ഡയറക്ഷനിലുള്ള ഇസഡ് ഡയറക്ഷൻ്റെ കെ എന്ന് പറയുന്ന വെക്ടർ ആഡ് ചെയ്തു. ദിസ് ഈസ് ദി എക്സ് വൈ ആക്സിസ്. 2 ആക്സിസ് ഉണ്ട് ഈ പ്ലെയിനിൽ. ഈ സ്ക്രീനിൻ്റെ പ്ലെയിനിനെ ഏത് പോയിന്റ് റെപ്രസെൻറ്റ് ചെയ്യാൻ ഈ 2 ആക്സിസ് മതിയല്ലോ. അപ്പോൾ ഇതെടുത്തോളൂ. എഴുതും വരക്കൊന്നും വേണ്ടപ്പോൾ പറഞ്ഞാൽ മതി. ഇതിലുള്ളൊരു വെക്ടറാണ് എ എന്ന് പറയുന്ന ഒരു വെക്ടർ. നമ്മൾ ജിയോമെട്രിക്കൽ മെത്തേഡിൽ എനെ ഒരു ലൈനും ആരോയും ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്തു. എ വെക്ടർ ഇട്ടാൽ വെക്ടർ എ എന്ന് വായിക്കും. സോ ദിസ് ഈസ് ദി ജിയോമെട്രിക്കൽ റെപ്രസെൻറ്റേഷൻ.
and you have given two axes which are mutually perpendicular. അപ്പോൾ ഈ എക്സ് ഡയറക്ഷനിലുള്ള കമ്പോണൻ്റ് ആയിട്ടും വൈ ഡയറക്ഷനിലുള്ള കമ്പോണൻറ്റിൻ്റെയും കൂടി സം ആയിട്ട് ഈ വെക്ടറിനെ എനിക്ക് എഴുതണം. സോ വെക്ടർ എ ഷുഡ് ബി എക്സ്പ്രസ്ഡ് ആസ് എ sum of two vectors, one along the x direction, another one along the y direction. അതിനെയാണ് റെക്ടാങ്കുലർ കമ്പോണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് നോക്കാം നമുക്ക് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. ഞാൻ ഇവിടുന്ന് ഒരു പെർപെൻഡിക്കുലർ താഴേക്ക് ഡ്രോപ്പ് ചെയ്തു, എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്തു, അപ്പോൾ എന്നിട്ട് അതിന് പേരൊക്കെ കൊടുത്തു. അപ്പോൾ ഈ കമ്പോണൻസ് ഒ പി എന്ന് പറയുന്ന ഇത് അലോങ് ദി എക്സ് ആക്സിസ്, ആ എക്സ് ആക്സിസിൻ്റെ യൂണിറ്റ് വെക്ടർ ഐ ആണ്, ഐ ക്യാപ്പ് ആണ്. നേരത്തെ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ. എക്സ് ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ്റെ ഡിനോട്ട് ചെയ്യുന്ന യൂണിറ്റ് വെക്ടർ ഐ ക്യാപ്പ് ആണ്. ഈ എ എക്സ് എന്ന് പറഞ്ഞാൽ ഈ ഒ പി എന്ന് പറയുന്ന ലെങ്ത് ആണ്. എ എക്സ് ഈസ് ദി ലെങ്ത് ഒ പി ഇൻറ്റു ഈ ഐ ക്യാപ്പ് ചെയ്യുമ്പോൾ ഇറ്റ് ബിക്കംസ് എ വെക്ടർ. അപ്പോൾ എ എക്സ് ഐ ഈസ് എ വെക്ടർ ഡയറക്റ്റഡ് അലോങ് ദി പോസിറ്റീവ് ആക്സിസ് ഹാവിംഗ് മാഗ്നിറ്റ്യൂഡ് ഒ പി. ഒ പി മാഗ്നിറ്റ്യൂഡുള്ള പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലുള്ള ഒരു വെക്ടറാണ് എ എക്സ് ഐ ക്യാപ്പ് വിച്ച് ഈസ് എ വെക്ടർ. ഐ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിറ്റ് വെക്ടറാണ്. ഐ ക്യാപ്പിന്റെ ലെങ്ത് 1 ഉണ്ടാവുള്ളൂ. ഇപ്പോൾ സപ്പോസ് ഇത്ര എന്നുള്ളതൊക്കെ ഉണ്ടാവുള്ളൂ. ഇത് 1 ആണെങ്കിൽ, ഇത് മൊത്തം 2 സെന്റിമീറ്റർ ആണെങ്കിൽ 2 മീറ്റർ ആണ് ഒ പി എങ്കിൽ ഇതാണ് ഐ ക്യാപ്പ്, നേർപകുതി വരും. ഐ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ 1 യൂണിറ്റ് ഉള്ള പോസിറ്റീവ് എക്സ് ഡയറക്ഷനുള്ള വെക്ടർ. അതിനെ എ എക്സ് കൊണ്ട് ഗുണിച്ചാൽ എ എക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ലെങ്ത് ആണ്. അപ്പോൾ ഈ ഒ പി എന്ന് പറയുന്ന ടോട്ടൽ വെക്ടർ കിട്ടും. ഈ ഒ പി എന്ന് പറയുന്ന വെക്ടറിന്റെ ഡയറക്ഷൻ ഏതാ? അലോങ് ദി പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. ഒ പിയുടെ മാഗ്നിറ്റ്യൂഡ് ഈ ലെങ്ത് ആണ്, എ എക്സ് ഐയുടെ മാഗ്നിറ്റ്യൂഡും ഈ ലെങ്ത് ആണ്. കാരണം ഐയുടെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്, എ എക്സിന്റെ മാഗ്നിറ്റ്യൂഡ് ഈ ലെങ്ത്തും ആണ്. അപ്പം ടോട്ടൽ എ എക്സ് ഐയുടെ മാഗ്നിറ്റ്യൂഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഐ ഇൻറ്റു എ എക്സ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഐ ഈസ് 1 ഇൻറ്റു എ എക്സ് ഈസ് ലെങ്ത് ഒ പി. സോ ദിസ് ലെങ്ത് ഒ പി ഈസ് ദി മാഗ്നിറ്റ്യൂഡ്. ആൻഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിലെ വെക്ടർ ഐ ക്യാപ്പ് എന്ന് പറയുന്നതാണ് ഇതിലെ വെക്ടർ. ഐ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡയറക്റ്റഡ് അലോങ് ദി പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് ദിസ് എ എക്സ് ഐ ഈസ് ദി കമ്പോണന്റ് വെക്ടർ ഓഫ് എ, വെക്ടർ കമ്പോണന്റ് ഓഫ് എ അലോങ് ദി എക്സ് ഡയറക്ഷൻ. എക്സ് ഡയറക്ഷനിലുള്ള എ എന്ന് പറയുന്ന ഒരു ജനറൽ വെക്ടറിന്റെ എക്സ് ഡയറക്ഷനിലുള്ള കമ്പോണന്റ് വെക്ടറാണ് എ എക്സ് ഐ. ഇനി ഇതേപോലെ വൈ ഡയറക്ഷനിലുള്ള കമ്പോണന്റ് വെക്ടർ ഏതായിരിക്കും? പി എം എന്ന് എഴുതാം. ഇതിനെ ഒ പി പ്ലസ് പി എം എന്ന് എഴുതാലോ. പി എം എന്ന് പറയുന്നതിന് പാരലൽ ആയി, ഇത് വൈ ആക്സിന് പാരലൽ ആണ് വിത്ത് ലെങ്ത് പി എം അല്ലെങ്കിൽ ഒ ക്യൂ. പി എം ഒ ക്യൂം ഒരേ വെക്ടറാണ്. സോ ഒ ക്യൂ ഈസ് ദി വെക്ടർ എ വൈ ജെ. എ വൈ ജെ ക്യാപ്പ് എന്ന് വരയ്ക്കാൻ കാരണം വിച്ച് ഈസ് ഡയറക്റ്റഡ് അലോങ് ദി പോസിറ്റീവ് വൈ ആക്സ്. ഇനി നിങ്ങൾ നോക്കൂ, ഒ പി പ്ലസ് പി എം ട്രയാങ്കിൾ ഓഫ് വെക്ടേഴ്സ്. ഇതൊരു വെക്ടർ ആണെങ്കിൽ പി എം എന്ന് പറയുന്ന ഒരു വെക്ടർ ആയിട്ട് സങ്കല്പിക്കുക. ആ വെക്ടറാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, എ വൈ ജെ എന്ന് എഴുതി. ഒ ക്യൂ എന്ന് പറയുന്ന വെക്ടറും പി എം എന്ന് പറയുന്ന വെക്ടറും ഒരേപോലെയാണ് വരിക, പാരലലാണ്, സെയിം ലെങ്ത്തും ആണ്. സോ ഈ ഒ ക്യൂവിനെ എ വൈ ജെ എന്ന് എഴുതിയാൽ അതിൻ്റെ അർത്ഥം പി എമ്മും എ വൈ ജെ തന്നെയാണ്. ഇപ്പോൾ എനിക്ക് ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ അനുസരിച്ച് വെക്ടർ എനെ ഇങ്ങനെ എഴുതാം, വെക്ടർ ഒ പി പ്ലസ് വെക്ടർ പി എം എന്ന് എഴുതാം. വെക്ടർ ഒ പി പ്ലസ് വെക്ടർ പി എം. വെക്ടർ ഒ പി ഈസ് എ എക്സ് ഐ ക്യാപ്പ്, വെക്ടർ പി എം ഈസ് എ വൈ ജെ ക്യാപ്പ്. അപ്പോൾ ഈ രണ്ടിൻ്റെയും കൂടി സമ്മാണ്. ട്രയാങ്കിൾ ലോ അനുസരിച്ച് വെക്ടർ ഒ പി പ്ലസ് വെക്ടർ പി എം എന്ന് പറഞ്ഞാൽ വെക്ടർ എ എക്സ് ഐ പ്ലസ് വെക്ടർ എ വൈ ജെ ആണ് വെക്ടർ എ. സോ എ എക്സ് ഐ ഈസ് ദി കമ്പോണന്റ് ഓഫ് വെക്ടർ എ അലോങ് ദി എക്സ് ആക്സിസ്, അത് ഞാൻ പറഞ്ഞു. എ വൈ ജെ ഈസ് ദി കമ്പോണന്റ് ഓഫ് വെക്ടർ അലോങ് ദി വൈ ആക്സിസ്. ഇനി ട്രയാങ്കിൾ ലോ വെച്ച് ആഡ് ചെയ്താൽ വെക്ടർ എ എന്ന് പറയുന്നത് ഈ വെക്ടർ ഒ പി എന്ന് പറയുന്ന വെക്ടർ പ്ലസ് പി എം എന്ന് പറയുന്ന വെക്ടർ. ഒ പി എന്ന് പറയുന്ന വെക്ടറാണ് എ എക്സ് ഐ, പി എം എന്ന് പറയുന്ന വെക്ടറാണ് എ വൈ ജെ വിച്ച് ഈസ് ഈക്വൽ ടു ഒ ക്യൂ. സോ എ ഈക്വൽ ടു എ എക്സ് ഐ പ്ലസ് എ ഒ. ഇവിടെ ഇസഡ് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്, എ വൈ ജെ എന്നാണ് എഴുതേണ്ടത്. ഐ വിൽ കറക്റ്റ് ഇറ്റ്. സോ എ ഈക്വൽ ടു എ എക്സ് ഐ പ്ലസ് എ വൈ ജെ. ഇവിടെ ഒരു പ്ലെയിൻ ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. 3 ഡയമെൻഷനിലേക്ക് എത്തിയിട്ടില്ല, അപ്പോൾ 2 ഡയമെൻഷനിലാണ്. അപ്പോൾ 2 കോർഡിനേറ്റ് ആക്സിസേ ഉള്ളൂ, എക്സും വൈയും. സോ എ എക്സ് എ ഐ ആൻഡ് എ എക്സ് ഐ ക്യാപ്പ് ആൻഡ് എ വൈ ജെ ക്യാപ്പ് ആർ ദി 2 കമ്പോണന്റ് വെക്ടേഴ്സ് ഫോർ ദി വെക്ടർ എ. ഏത് 2 ഡയറക്ഷനിലാണ്? എ എക്സ് ഐ ഈസ് ദി കമ്പോണന്റ് വെക്ടർ അലോങ് ദി പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ഓർ അലോങ് ദി എക്സ് ആക്സിസ്. എ വൈ ജെ ഈസ് ദി കമ്പോണന്റ് വെക്ടർ അലോങ് ദി വൈ ആക്സിസ്. ഇതിനെ നമ്മൾ വെക്ടർ കമ്പോണൻസ് എന്ന് പറയും. സാധാരണ നമ്മൾ പറയുമ്പോൾ ഇതിൻ്റെ സ്കെയിലാർ വാല്യൂസേ പറയലുള്ളൂ. ഇപ്പോൾ എ എന്ന് പറയുന്ന വെക്ടറിന്റെ എക്സ് കമ്പോണന്റ് ആണ് എ എക്സ് എന്ന് പറഞ്ഞാൽ മതി. എ എക്സ് ഐ എന്ന് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം എക്സ് കമ്പോണന്റ് എന്ന് പറയുന്നതോട് കൂടി അതിന്റെ ഡയറക്ഷൻ ഐ ക്യാപ്പ് ആണ് എന്ന് മനസ്സിലായി. എ വൈ ക്യാൻ ബി യൂഷ്വലി എ വൈ ഈസ് സ്പെസിഫൈഡ് ആസ് ദി വൈ കമ്പോണന്റ് ഓഫ് ദി വെക്ടർ എ. എ എക്സ് എന്ന് പറയുന്ന നമ്പറിനെ
ഇപ്പോൾ 5y+3j എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ആ വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യുക? 5y എന്ന് പറയുന്ന വെക്ടർ എക്സ് ആക്സിസിൽ ഒറിജിനിൽ നിന്നും 5 യൂണിറ്റ് ലെങ്ത് എടുക്കുന്ന ആരോട്ടാൽ 5y. 3j എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിൽ നിന്നും 3 യൂണിറ്റ് ലെങ്ത് എടുത്തിട്ട് അവിടെ ഒരു ആരോട്ടാൽ 3j എന്ന് പറയുന്ന വെക്ടറായി. ഇനി 5y+3j ചെയ്യണമെങ്കിൽ 5y എന്ന് പറയുന്ന വെക്ടറിന്റെ ഹെഡിലേക്ക് 3j എന്ന് പറയുന്ന വെക്ടറിന്റെ പാരലൽ ആയിട്ടുള്ള ലൈൻ ആ വെക്ടർ വരക്കുക. എന്നിട്ട് ആ ഒറിജിനിൽ നിന്നും അങ്ങോട്ടുള്ള ലൈൻ, അതായത് ഇത് 5y, ഇത് 3j എന്ന് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ 5y+3j അങ്ങനെ ഏത് വാല്യൂസ് ഉള്ള വെക്ടേഴ്സ് ഉണ്ടാവാം. എക്സ് എ വൈ ക്യാൻ ബി എനി വാല്യൂസ്. ഈ എൻ്റെ വാല്യൂ മാറുന്നതിനനുസരിച്ച് നീളം കൂടുന്നതിനനുസരിച്ച് എക്സിൻ്റെ എ വൈയുടെയും വാല്യൂ മാറും. അതിൻ്റെ ഡയറക്ഷൻ മാറിയാലും മാറും. ഇത് ഇങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് എ എക്സ് കുറഞ്ഞു വരും, എ വൈ കൂടി വരും. താഴേക്ക് ഇങ്ങനെ തിരിച്ച് വരച്ചാൽ എ എക്സ് കൂടി വരും, എ വൈ കുറഞ്ഞും വരും. അങ്ങനെ നമ്മൾ നോക്കിയാൽ അറിയാലോ. അപ്പോൾ ഇതാണ് അനലിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ. ഇത് 2 ഡയമെൻഷനിലാണ്. ഇനി 3 ഡയമെൻഷൻ ആകുമ്പോൾ ഇതിലേക്ക് ഒന്നും ചെയ്യാനില്ല. ഒരു എ ഇസഡ് കെ എന്ന് പറയുന്ന ആളും കൂടി വരും. അപ്പോൾ എ ഇസഡ് എന്ന് പറഞ്ഞാൽ ഈ വെക്ടറിന്റെ ഇസഡ് ആക്സിസിലുള്ള കമ്പോണന്റ് ആയിരിക്കും. എ ഇസഡ് കെ ഇസ് ദി വെക്ടർ കമ്പോണന്റ് ഓഫ് ദി വെക്ടർ എ അലോങ് ദി ഇസഡ് ആക്സിസ്. അങ്ങനെ നമുക്ക് എഴുതിയാൽ മതി. അതുകൊണ്ടാണ് 2 ഡയമെൻഷൻ പഠിച്ചാൽ പിന്നെ 3 ഡയമെൻഷനിലേക്ക് എപ്പോഴും ആ ഒരു യൂണിറ്റ് വെക്ടറും അതിൻ്റെ കമ്പോണന്റും വെക്ടറും ചേർത്ത് വെച്ചാൽ മതി. സോ ദിസ് ഈസ് മെത്തേഡ് ഓഫ് റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സ് ഇൻ ടു റെക്ടാങ്കുലർ കമ്പോണൻസ്. ഇനി എങ്ങനെയാണ് ഈ എക്സിന്റെയും എ വൈയുടെയും വാല്യൂ കണ്ടെത്തുക? ഇത് ഒന്നുമില്ല. ഇൻ ടേംസ് ഓഫ് ദി മാഗ്നിറ്റ്യൂഡ് വി സേ ദാറ്റ് എ എക്സ് ആൻഡ് എ വൈ ആർ ദി കമ്പോണൻസ് ഓഫ് എ അലോങ് എക്സ്. നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം തന്നെ. ഈ എ എക്സ് എ വൈ എന്ന് പറയുന്ന ഈ മാഗ്നിറ്റ്യൂഡ്സ് എയുടെയും ഈ എ എക്സ് ഐ ക്യാപ്പിൻ്റെയും എ വൈ ജെ ക്യാപ്പിൻ്റെയും മാഗ്നിറ്റ്യൂഡാണ് എ എക്സും എ വൈയും. ആ എ എക്സ് എ വൈനെ നമ്മൾ സാധാരണ ഉദാഹരണത്തിന് 5y+3j എന്ന് പറഞ്ഞാൽ ആ വെക്ടറിന്റെ വെക്ടർ എ ഇസ് ഈക്വൽ ടു 5y+3j എന്ന് പറഞ്ഞാൽ ആ വെക്ടറിന്റെ എക്സ് കമ്പോണന്റ് 5 ആണെന്നും വൈ കമ്പോണന്റ് 3 ആണെന്നും നമ്മൾ പറയും. മനസ്സിലായല്ലോ? എക്സ് കമ്പോണന്റ് 3 ആണെന്നും 5 ആണെന്നും 5y+3j ആണെങ്കിൽ എക്സ് കമ്പോണന്റ് 5 എന്നും വൈ കമ്പോണന്റ് 3 എന്നും നമ്മൾ പറയും. പിന്നെ എന്ന് പറയുന്ന വെക്ടറിന്റെ എക്സ് കമ്പോണന്റ് 5 i ക്യാപ്പ് ആണെന്നും പിന്നെ വൈ കമ്പോണന്റ് ആയിട്ടുള്ള വെക്ടർ 3j ക്യാപ്പ് ആണെന്നും പറയാം. രണ്ടും മാറ്റമൊന്നുമില്ല. ഒന്ന് അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം പറഞ്ഞെന്നുള്ളൂ. വൈ കമ്പോണന്റ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഡയറക്ഷൻ അതിലുണ്ട്. പ്രത്യേകിച്ച് ജെ ക്യാപ്പ് പറയണമെന്നില്ല എന്നർത്ഥം. അതിനെ ചില ബുക്കുകളിൽ നമ്മൾ സ്കെയിലാർ കമ്പോണൻസ് എന്നും മറ്റേ വെക്ടർ കമ്പോണൻസ് എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയും ഉപയോഗിക്കാം. അതായത് 5y+3j എന്ന് പറയുന്ന ഒരു വെക്ടറിന്റെ scalar components are 5 and 3, 5 along the x and 3 along the y. Vector components are 5y i cap along the x and 3j cap along the y. ഈ രീതിയിലും നമ്മൾ പറയാറുണ്ട്. അത് പ്രശ്നമില്ല, എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല. ഇനി എങ്ങനെയാണ് ഈ എ എക്സിന്റെയും എ വൈയുടെയും വാല്യൂ, എയുടെ വാല്യൂവും ഈ ആംഗിളും തന്നാൽ, if you know this a and this angle you can find out a component vectors ax and ay. എയുടെ എക്സ് വൈ കമ്പോണൻസ് കണ്ടെത്തൽ എങ്ങനെയാണ്? ഇഫ് യു നോ ദി ആംഗിൾ വിത്ത് ദി എക്സ് ആക്സിസ്. അപ്പോൾ ഏത് വെക്ടർ ഏത് ഡയറക്ഷനിലേക്കുള്ള ആംഗിൾ ആണോ തന്നത് ആ ഡയറക്ഷനിലുള്ള കമ്പോണന്റ് കിട്ടണമെങ്കിൽ എയെ കോസ് തീറ്റയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എ എക്സ് എന്ന് പറഞ്ഞാൽ എ കോസ് തീറ്റ. ഇവിടെ എക്സ് ഡയറക്ഷനുമായിട്ട് എ വയ്ക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ എടുത്തത്. അപ്പോൾ എക്സ് കമ്പോണന്റ് എന്ന് പറയുന്നത് എ കോസ് തീറ്റ ആയിരിക്കും. നിങ്ങൾ ഈ ആംഗിളാണ് തീറ്റ എടുത്തത് എങ്കിൽ വൈ കമ്പോണന്റ് ആണ് എ കോസ് തീറ്റ വരിക. മനസ്സിലായല്ലോ? ഇവിടെ തീറ്റ ഞാൻ എടുത്തത് എ എന്ന് പറയുന്ന വെക്ടറും എക്സ് ആക്സിസും അല്ലെങ്കിൽ എക്സ് ഡയറക്ഷനുമായിട്ടുള്ള ആംഗിളാണ് തീറ്റ. അപ്പോൾ എനിക്ക് എഴുതാം എക്സ് കമ്പോണന്റ് ഇസ് ഈക്വൽ ടു എ കോസ് തീറ്റ. അതെങ്ങനെ വരുന്നതെന്ന് അറിയാലോ? ഈ ട്രയാംഗിൾ കൺസിഡർ ചെയ്താൽ ഈസി ആയിട്ട് കിട്ടും. എ എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് തീറ്റ. ദെൻ എ വൈ വിൽ ബി, എ വൈ എന്ന് പറയുന്ന ഈ വെക്ടറാണ്, ഈ ലൈനാണ്. എ വൈ വിൽ ബി ഈ ലെങ്ത് ആണ്. എ വൈ വിൽ ബി ഈക്വൽ ടു എ സൈൻ തീറ്റ. മനസ്സിലായില്ല? എപ്പോഴും അത് തെറ്റുണ്ട് കുട്ടികൾക്ക്. പലപ്പോഴും ആളുകൾ എക്സ് ഡയറക്ഷനിലുള്ള കമ്പോണന്റ് എപ്പോഴും കോസ് തീറ്റ ആയിട്ട് എഴുതും. അങ്ങനെ ചെയ്യരുത്. ഈ ആംഗിൾ ഏതുമായിട്ടാണ് നോക്കണം. ഉദാഹരണത്തിന് ഇവിടെ നിങ്ങൾക്ക് 30 ഡിഗ്രി എന്ന് തന്നാൽ നിങ്ങൾ എന്റെ മാഗ്നിറ്റ്യൂഡ് 5 ആണ് ആൻഡ് ദിസ് ആംഗിൾ ഈസ് 30 ഡിഗ്രി. ഈ ആംഗിൾ കിട്ടോ വൈ ആക്സിസുമായിട്ട് എ മേക്ക് ചെയ്യുന്ന ആംഗിൾ 30 ഡിഗ്രി എന്ന് തന്നാൽ അതിന്റെ എക്സ് കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിന് അലോങ് ആയിട്ടുള്ള കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ ഇത് 30 ആയതുകൊണ്ട് ഈ കമ്പോണന്റ് ആയിരിക്കും വൈ കമ്പോണന്റ് ആയിരിക്കും എ കോസ് 30. 5 കോസ് 30 എന്ന് പറയുന്നത് വൈ കമ്പോണന്റ് ആണ്. എക്സ് കമ്പോണന്റ് 5 സൈൻ 30 ആണ്. അപ്പോൾ ഈ ട്രയാംഗിൾ ആണ് കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ ആംഗിൾ ഞാൻ എക്സ് ആക്സിസുമായിട്ടാണ് എടുത്തത്, അതുകൊണ്ട് എക്സ് കമ്പോണന്റ് ആണ് വരിക. ഇതാണ് ആംഗിൾ 30 തന്നത് എങ്കിൽ യു ക്യാൻ റൈറ്റ് എ എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് 30 അല്ലെങ്കിൽ 5 കോസ് 30. ഇതാണ് ആംഗിൾ എടുത്തെങ്കിൽ എ വൈ ഇസ് ഈക്വൽ ടു 5 കോസ് 30 അല്ലെങ്കിൽ എ കോസ് 30 എ കോസ് 30 എന്ന് പറയും.
അപ്പോൾ അത് തെറ്റരുത്. ഈ ആംഗിള് എപ്പോഴും എക്സ് ആക്സിസുമായിട്ട് തന്നെ എടുക്കണമെന്നില്ല. ഈ കേസിൽ ഞാൻ എക്സ് ആക്സിസുമായിട്ടുള്ള ആംഗിളാണ് എടുത്തത്. അതുകൊണ്ട് എനിക്ക് എഴുതാം എ എക്സ് ഇസ് ഈക്വൽ ടു എ കോസ് തീറ്റ, എ വൈ ഇസ് ഈക്വൽ ടു എ സൈൻ തീറ്റ. തിരിച്ച് വൈ ആക്സിസുമായിട്ടുള്ള അല്ലെങ്കിൽ ഈ ഡയറക്ഷനുമായിട്ടുള്ള ആംഗിളാണ് എടുക്കുന്നതെങ്കിൽ ഐ വിൽ റൈറ്റ് എ വൈ ഇസ് ഈക്വൽ ടു എ കോസ് തീറ്റ, എ എക്സ് ഇസ് ഈക്വൽ ടു എ സൈൻ തീറ്റ. വ്യത്യാസം മനസ്സിലാകുന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കണ്ടെത്തുക. ഇഫ് യു നോ എ ആൻഡ് ദി ആംഗിൾ ബിറ്റ്വീൻ എ കോർഡിനേറ്റ് ആക്സിസ് ഡയറക്ഷൻ എക്സ് ആക്സിസുമായിട്ടോ വൈ ആക്സിസുമായിട്ടോ ഒക്കെ ഉള്ള ആംഗിൾ അറിയാമെങ്കിൽ നിങ്ങൾക്ക് എക്സ് കമ്പോണന്റും വൈ കമ്പോണന്റും എഴുതാൻ പറ്റും. അപ്പോൾ ഈ വെക്ടറിനെ ശരിക്കും എങ്ങനെ എഴുതാം? വെക്ടർ എ ഇസ് ഈക്വൽ ടു എ എക്സ് ഐ പ്ലസ് എ വൈ ജെ എന്നാണല്ലോ. അതിനെങ്ങനെ എഴുതാം? വെക്ടർ എ ഇസ് ഈക്വൽ ടു എ സൈൻ തീറ്റ ഐ ക്യാപ്, എ സൈൻ തീറ്റ ഐ ക്യാപ് പ്ലസ് എ കോസ് തീറ്റ ഐ ക്യാപ് പ്ലസ് എ സൈൻ തീറ്റ ജെ ക്യാപ്. കാരണം എ എക്സിനും എ വൈക്കും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അങ്ങനെ എഴുതാം ഈ വെക്ടറിനെ. So the a sin theta and a cos theta are the two mutually perpendicular components of vector A. A cos theta is the component of vector along the x direction if the angle theta is the angle between x direction and vector A. Theta vector A യും x direction തമ്മിലുള്ള ആംഗിൾ ആണെങ്കിൽ then a cos theta will be the x component of A and a sin theta will be the y component of A. Okay. അപ്പോൾ ഈ റെസൊല്യൂഷൻ പരീക്ഷയ്ക്ക് മുമ്പ് ചോദിച്ചിട്ടുണ്ട് ഇക്വേഷൻ എഴുതാൻ. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ പ്രധാനമാണ്. ഇനി ഈ എന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ ഇതിന്റെ ടേമിൽ എഴുതും? എയുടെ മാഗ്നിറ്റ്യൂഡ് ഇത് നോക്കിയാൽ മതി. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുക. ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഒ എം ആണ് ലെങ്ത്, വിച്ച് ഈസ് ഈക്വൽ ടു ഒ പി സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് ഒ പി സ്ക്വയർ പ്ലസ് പി എം സ്ക്വയർ. ഒ പി എന്ന് പറഞ്ഞാൽ എ എക്സ് ഐ ആണ്. എ എക്സ് ഐയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എ എക്സ് തന്നെയാണ്. അപ്പോൾ അതിന്റെ സ്ക്വയർ എ എക്സ് സ്ക്വയർ, ഒ പി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ എക്സിന്റെ സ്ക്വയർ ആണ്. സോ റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് പി എം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വൈയുടെ സ്ക്വയർ ആണ്. കാരണം പി എം എന്ന് പറയുന്നത് എ വൈ ജെ ആണ്. എ വൈ ജെ എന്ന് പറയുന്ന വെക്ടറിന്റെ ലെങ്ത് ആണ്. അതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എ വൈ ജെയുടെ മാഗ്നിറ്റ്യൂഡ് ആണ്. എ വൈ ജെ ക്യാപ്പ് എന്ന് പറയുന്ന വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എ വൈ തന്നെയാണ്. സോ എ വൈ സ്ക്വയർ എന്ന് വരും. സോ റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ എന്ന് വരും. ഇനി ഇതൊക്കെ 2 ഡയമെൻഷന്റെ കേസാണ്. 3 ഡയമെൻഷനിലാണെങ്കിൽ നമ്മൾ വെക്ടർ എങ്ങനെ എക്സ്പ്രസ് ചെയ്യും? 2 ഡയമെൻഷനിൽ ഇങ്ങനെയാണ്. 3 ഡയമെൻഷൻ ആകുമ്പോൾ ഒന്നുമില്ല, പ്ലസ് എ ഇസഡ് കെ ക്യാപ്പ് എന്നും കൂടി കൊടുക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ എ എക്സ് എ വൈ എ ഇസഡ് അവിടെ മാഗ്നിറ്റ്യൂഡ്സ് ഓഫ് ദി കമ്പോണൻസ് ഓഫ് വെക്ടർ അലോങ് എക്സ് വൈ സെഡ് ഡയറക്ഷൻ. ദിസ് ഈസ് ദി മോസ്റ്റ് ജനറൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എനി വെക്ടർ. ഒരു വെക്ടറിനെ ഏറ്റവും ജനറൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന 3 ഡയമെൻഷണൽ സ്പേസിലുള്ള ഏത് വെക്ടറിനെയും റെപ്രസെന്റ് ചെയ്യാവുന്ന വഴിയാണിത്. എ എക്സ് ഐ പ്ലസ് എ വൈ ജെ പ്ലസ് എ ഇസഡ് കെ. സോ ദി ടൈപ്പ് ഓഫ് റെപ്രസെൻറ്റേഷനെയാണ് അനലിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന്. ഇനി നിങ്ങൾ നോട്ടിലേക്ക് ഈ ഡയഗ്രാം വരയ്ക്കുക. ഡയഗ്രാം വരച്ചിട്ട് ഈ ഹെഡിങ് എഴുതുക, ഈ ഡയഗ്രാം വരയ്ക്കുക, ഇത്രയും ഭാഗങ്ങൾ എഴുതുക, ഈ ഇതുവരെ എഴുതുക, കംപ്ലീറ്റ് ഈ സ്ലൈഡ് കംപ്ലീറ്റ് എഴുതുക. ഇത് വേണമെന്നില്ല. In terms of magnitude we say that ax and ay are the components of a along x and y direction എന്നുള്ള ഈ ഒരു സെക്ഷൻ വേണ്ട, ഇത് എഴുതണ്ട. ബാക്കിയുള്ളതെല്ലാം വരച്ചിട്ട് എഴുതുക. പെട്ടെന്ന് എഴുതിയിട്ട് നിർത്താം. അപ്പോൾ നിങ്ങളിത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാം. ഈ ഭാഗം വേണ്ട കേട്ടോ. ഓക്കെ. വേണമെങ്കിൽ നിങ്ങൾ മൊബൈലിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഇരുന്ന് എഴുതാം. ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ റെക്കോർഡഡ് ലിങ്ക്, റെക്കോർഡ് ചെയ്ത് കാണാനുള്ള ലിങ്ക് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഐ ഡോണ്ട് നോ വെദർ ഇറ്റ് ഈസ് യൂസ്ഫുൾ. ആ ലിങ്ക് കൊടുക്കുന്നതുകൊണ്ട് ഉപകാരം ഉണ്ടോ ഇല്ലയെന്ന് അറിയില്ല. ഉപകാരം ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാൻ നമുക്ക്. കാരണം ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്യണം. കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, വലിയ പണിയല്ല. ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്യണം. ഒക്കോ സ്ക്രീൻ വെച്ചിട്ടാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. ആ റെക്കോർഡ് ചെയ്ത ഫയലിനെ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്യണം. ഡ്രൈവിൽ സ്പേസ് കുറവാണ്. ആദ്യത്തെ വീഡിയോസിന് ഞാൻ ഡിലീറ്റ് ചെയ്യും. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ, സെക്കൻഡ് ചാപ്റ്ററിൻ്റെയൊക്കെ ആദ്യത്തെ വീഡിയോസ്, അല്ലെങ്കിൽ തേർഡ് ചാപ്റ്ററിൻ്റെ ആദ്യത്തെ പാർട്ട് വീഡിയോസ് ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് വരും. സ്പേസ് ഫുള്ളായി തുടങ്ങിയിട്ടുണ്ട് എൻ്റെ ഡ്രൈവിൽ. ഗൂഗിൾ ഡ്രൈവിൽ സ്പേസ് ഇല്ല, കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്ത് വന്നുകൊണ്ട് ആദ്യ ഭാഗങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ, ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക. അല്ല അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ അല്ല എങ്കിൽ ലെറ്റ് us സ്റ്റോപ്പ്. അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ അല്ല എങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. നിങ്ങൾ അങ്ങനെ നിങ്ങൾക്കത് വേണ്ട എങ്കിൽ അത് അറിയിക്കണം. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ എക്സാം ഏതായാലും അധികം വൈകാതെ തന്നെ സ്കൂളിൽ നടത്താനുള്ള സാധ്യതയുണ്ട്.
പിന്നെ ക്ലാസ്സിലെ മെമ്പേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞു വരികയാണ്. ഈ ഓൺലൈൻ ക്ലാസ്സിൽ ആ സ്ലൈഡ് ഒന്നുകൂടെ ഇടുക. ഏത് സ്ലൈഡാണ് ഉദ്ദേശിച്ചത്? ലാസ്റ്റ് വൺ. ഓക്കെ. ഇതാണ് ആ സ്ലൈഡ്. ചോദിച്ച സ്ലൈഡ് ഇതാണ്. നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. പിന്നെ എന്നിട്ട് നിങ്ങൾ ആ നോട്ട് കംപ്ലീറ്റ് ചെയ്ത് എഴുതണം കേട്ടോ. ഓക്കെ, കോപ്പി എടുത്തല്ലോ. സ്കൂളിലേക്ക് നിങ്ങൾ വരുത്തുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള നോട്ട് കംപ്ലീറ്റ് ആയിരിക്കണം, പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. നിങ്ങളെ വരുത്തിയിട്ട് തീർച്ചയായിട്ടും നോട്ട് ബുക്ക് പരിശോധിക്കാനും നിങ്ങളുടെ പരീക്ഷയ്ക്കും എല്ലാത്തിനും കൂടിയായിട്ട് നിങ്ങളെ ബാച്ചായിട്ട് വരുത്തും. ഒരു ക്ലാസ്സിനെ 2 ദിവസം വെച്ച് കൊടുത്തിട്ട് അല്ലെങ്കിൽ 2 സെഷനായിട്ട് വരുത്താനാണ് സമ്മതം തന്നിട്ടുള്ളത്. അതുകൊണ്ട് അത് അധികം വൈകാതെ ഉണ്ടാവും. സെക്കൻഡ് ഇയേഴ്സിന് ക്ലാസ് ടെസ്റ്റ് നടത്താണ്ട് സ്കൂളിൽ വെച്ച്, അത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയേഴ്സിനെ വരുത്തും. ഓക്കെ, അപ്പോൾ അപ്പോഴേക്ക് നിങ്ങളെ നോട്ട് തറവായിട്ട് ചെയ്യണം, പഠിച്ചിരിക്കുകയും വേണം. ഓക്കെ. ഓക്കെ, 8 മണി കഴിഞ്ഞ് 8:10 ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. പൊതുവേ ക്ലാസ്സിൽ ഒരു ഇൻട്രാക്ഷൻ വരാറില്ല, ആരും ഒന്നും പറയാറില്ല. എന്താ അതിൻ്റെ കാരണം എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ട്യൂഷനിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് റിപ്പീറ്റേഷൻ വരുന്നുണ്ടാവും. എന്തായാലും പിന്നെ നിങ്ങൾക്ക് മനസ്സിലാകാത്ത പോർഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത്. പിന്നെ അറ്റൻഡൻസ് സ്ട്രെങ്ത് വളരെ കുറവാണ്. തുടങ്ങുമ്പോൾ 50-60 കുട്ടികളുടെ അടുത്തൊക്കെ ഉണ്ടാവാറുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ അത് ഒരു 40-ലേക്കോ ഒക്കെ ചുരുങ്ങുന്നുണ്ട്. അത് എന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ക്ലാസ്സിനെ കുറിച്ചിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഇത് ഇവിടെ പറയാൻ പ്രയാസം ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് എൻ്റെ വാട്സപ്പിൽ അത് തരിക. ഞാനത് പരിഹരിക്കാൻ പറ്റുന്നതാണ് പരിഹരിക്കും. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ആ ഡെറിവേഷൻ വളരെ പ്രധാനമാണ്. പറഞ്ഞു പിന്നെയും പറഞ്ഞു. അപ്പോൾ അത് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കണം. ഇപ്പോഴല്ലെങ്കിൽ പിന്നീടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കണം. അപ്പോൾ വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഓക്കെ.